മനസ്സിലുണ്ടെങ്കിൽ മനോരമയിലുണ്ട്. മലയാള മനോരമയുടെ ഒരു പഴയ പരസ്യവാചകമാണ്. ഗുരുവായൂരിൻ്റെ മനസ്സറിയുന്ന മലയാള മനോരമയുടെ ലേഖകൻ VP ഉണ്ണികൃഷ്ണനുമായുള്ള വിശേഷങ്ങളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. ശരിക്ക് ഉണ്ണിയേട്ടൻ ജന്മം കൊണ്ട് പിറവങ്കാരൻ അല്ലെ, കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും ഗുരുവായൂരായിരുന്നു. ഈ പേരിടുമ്പോ തന്നെ ഇത് അറിഞ്ഞിരുന്നോ എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ സംശയമുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു ചെറുപ്പം? ഞാൻ എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കരയിൽ നിന്നൊരു 16 കിലോമീറ്റർ കിഴക്കായിട്ട് പിറവെന്ന് പറയുന്ന സ്ഥലം, അതിന് തൊട്ടടുത്ത് കക്കാട് എന്ന് പറഞ്ഞിട്ട് ചെറിയ ഗ്രാമമാണ്. ആ ഗ്രാമത്തിൻ്റെ 3 ഭാഗവും പുഴയാണ്. മൂവാറ്റുപുഴയാറാണ് 3 ഭാഗവും. അങ്ങനെയുള്ളൊരു ചെറിയ ഗ്രാമത്തിലാണ് എൻ്റെ ജനനം. അപ്പോൾ ഞാൻ സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ച് വിദ്യാഭ്യാസം ചെയ്തു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലാണ് എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായത്. അപ്പോൾ ആ കാലത്ത് വളരെ സജീവമായിട്ട് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരുന്നു. അതിനുശേഷവും തുടർന്നും രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ഇങ്ങനെ നീങ്ങിയിരുന്നു. ആ സമയത്ത് ഗുരുവായൂരിലെ എനിക്ക് ചില ബന്ധങ്ങളുണ്ട്. ഗുരുവായൂർ എൻ്റെ അമ്മാവൻ പണ്ട് മുതലേ ഗുരുവായൂരാണ്. അമ്മാവൻ്റെ മകനാണ് എക്സ്പ്രസ് ലേഖകനായിട്ടുള്ള D വാസുദേവൻ, അമ്മാവൻ്റെ മകനാണ്. പിന്നെ എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ വേണുഗോപാൽ, അദ്ദേഹം ഒരു 1979 മുതൽ ഗുരുവായൂരിലുണ്ട്. ചില ബിസിനസ്സൊക്കെ ആയിട്ട് അങ്ങനെ ഗുരുവായൂരുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഈ രാഷ്ട്രീയം കളിച്ച് നടക്കണ കണ്ടപ്പോൾ വീട്ടുകാരൊക്കെ ഇവിടെ കൂടി ഗുരുവായൂരിലേക്ക് എത്തിച്ചതാണ്. ഒരു ജോലി അല്ലെങ്കിൽ ഒരു ചേട്ടൻ്റെ ബിസിനസ്സിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗുരുവായൂർ വന്നത്. അങ്ങനെ കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഞാൻ അറിയാതെ പത്രപ്രവർത്തനത്തിലേക്ക് മാറിയത്. ഇതെന്തായിരുന്നു PG ഒക്കെ ചെയ്തത്? ഞാൻ PG ഇല്ല, ഞാൻ ഡിഗ്രി മാത്രമേ ഉള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ BSc മാത്തമാറ്റിക്സ് ആണ് എനിക്ക്. പക്ഷെ അന്ന് മുതലേ ഞാൻ നല്ല പ്രാസംഗികനായിരുന്നു എന്ന് ആളുകൾ പറയും. നന്നായി വായിക്കുമായിരുന്നു. പത്രത്തിൽ ഭാഷയായിട്ടൊരു ബന്ധവും സ്നേഹവും ഒക്കെ പണ്ട് മുതലേ ഉണ്ട്. പത്രപ്രവർത്തനത്തിലേക്ക് വന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച എൻ്റെ അമ്മാവൻ്റെ മകൻ D വാസുദേവൻ പണ്ട് മുതലേ ഇവിടെ മലയാള എക്സ്പ്രസിൻ്റെ ലേഖകനാണ്. ശരിക്കും ഗുരുവായൂർ ആദ്യം ഒരു പത്രത്തിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നത് എക്സ്പ്രസ്സിനാണ്. തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുന്ന മലയാള എക്സ്പ്രസ്സിനാണ് ഒരു ഓഫീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ വാസുവേട്ടൻ ഗുരുവായൂരിലെ അറിയപ്പെടുന്നൊരു പത്രക്കാരനായിരുന്നു, എക്സ്പ്രസ് വാസുദേവൻ. അപ്പോൾ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം വന്നിട്ട് ശബ്ദമില്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അന്നൊക്കെ വാർത്ത ഫോണിൽ വിളിച്ചു പറയുക ചെയ്യും. കുറച്ച് കവർ എഴുതിയിട്ട് കവറിൽ അയക്കും, ബാക്കിയുള്ളത് നമ്മൾ ഫോണിൽ വിളിച്ചു പോകും. അപ്പോൾ ഈ ഫോണിൽ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് ഗുരുവായൂർ കിഴക്കേനടയിൽ വൈജയന്തിയിൽ ഷോപ്പുണ്ട്. അപ്പോൾ വൈകുന്നേരം അല്ല, എനിക്ക് സ്വന്തമായിട്ട് ഷോപ്പുണ്ട്, ഷോപ്പുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് വേറെ ഷോപ്പ്, എനിക്ക് വേറെ ഷോപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വാസുവേട്ടൻ വൈകുന്നേരത്ത് റൗണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് വരും, എന്നിട്ട് പറയും നീ ഒന്ന് അങ്ങോട്ട് വരുമെന്ന് ചോദിക്കും. അങ്ങനെ പോയിട്ട് ഈ വാസുവേട്ടൻ എഴുതുന്ന വാർത്തകൾ ഫോണിൽ പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് എൻ്റെ പത്രപ്രവർത്തനം തുടങ്ങണത്. പിന്നെ ക്രമേണ എന്താ വെച്ചാൽ എനിക്ക് അതിനോടൊരു താല്പര്യം ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് സ്റ്റോറീസൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ വാസുവേട്ടൻ അത് കൈയഴിച്ച് നമ്മളെ സഹായിക്കുകയും കറക്റ്റ് ചെയ്യുകയും നമ്മുടെ ഒരു ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്ക് വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് ബൈലൈൻ സ്റ്റോറീസൊക്കെ അതിനകത്ത് വരാൻ തുടങ്ങി. അപ്പോൾ എക്സ്പ്രസ് അന്ന് ശരിക്ക് മനോരമ മാതൃഭൂമിയൊക്കെ മനോരമ കൊച്ചിയിൽ നിന്നും മാതൃഭൂമി കോഴിക്കോട് നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്. തൃശ്ശൂരൊന്നും യൂണിറ്റ് ഇല്ല. അപ്പോൾ ആ സമയത്ത് എക്സ്പ്രസ് ആണ് തൃശ്ശൂരിൻ്റെ പത്രം. അപ്പോൾ ആ 2 പത്രങ്ങളിൽ, ഈ പ്രമുഖ പത്രങ്ങളിൽ വരാത്ത ഒരുപാട് വാർത്തകൾ എക്സ്പ്രസ്സിൽ വരുന്നൊരു കാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എക്സ്പ്രസ്സിനൊരു പ്രചാരം ഉണ്ടായിരുന്നു, ആളുകളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടായിരുന്നു. എക്സ്പ്രസിൻ്റെ വാർത്തകൾ വളരെ ശ്രദ്ധിക്കപ്പെട്ടു. ഇങ്ങനെ അന്നത്തേക്ക് വളരെ എന്താ പറയാ, ഈ എക്സ്ക്ലൂസീവ് ന്യൂസുകളൊക്കെ പലപ്പോഴും എക്സ്പ്രസ്സിലാണ് അല്ലേ? അതെ, എക്സ്പ്രസ്സിൽ ധാരാളം. അതായത് ഈ അന്നത്തെ ഈ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇന്നത്തെ സൗകര്യമൊന്നുമില്ല. അന്ന് വാർത്ത കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ ഇല്ല, ഞാൻ വരുന്നതിന് മുമ്പ് ട്രങ്കൊക്കെ വിളിച്ചിട്ടാണ് മനോരമയ്ക്കും മാതൃഭൂമിക്കൊക്കെ വാർത്ത കൊടുക്കുക. അവിടുന്ന് ട്രങ്ക് കോൾ ബുക്ക് ചെയ്തിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് വാർത്ത കൊടുക്കുക. അല്ലാതെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതിയൊരു കവറിലാക്കിയിട്ട് KSRTC ബസ്സിൽ അയച്ചു കൊടുക്കും. അവിടുന്ന് ഒരാൾ കളക്ട് ചെയ്യും ഓരോ ദിവസത്തെയും. അപ്പൊ എന്താ വെച്ചാൽ 2 ദിവസം മുമ്പത്തെ അല്ലെങ്കിൽ 2-3 ദിവസത്തെ വാർത്തയൊക്കെ ഒരുമിച്ച്, ഇന്നത്തെ മാതിരി അത്ര അപ്ഡേഷൻസിന്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു കാലം. എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ സംഭവങ്ങൾ അറിയിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഫോണിൽ അറിയിക്കും. പിന്നെ അവിടുന്ന് എക്സ്പ്രസ്സിൽ ഞാനൊരു 6-7 വർഷത്തോളം എക്സ്പ്രസ്സിൽ ഉണ്ടായി. പിന്നെ എക്സ്പ്രസ് ക്രമേണ അതിങ്ങനെ
ഡിമിനിഷ് ചെയ്ത് വരികയും എക്സ്പ്രസ് പിന്നെ അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. അപ്പോൾ കുറച്ചു കാലം മാധ്യമത്തിലുണ്ടായിരുന്നു, വളരെ മാധ്യമത്തിന്റെ പ്രാദേശിക ലേഖനായിട്ട് കുറച്ചു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മനോരമ തൃശ്ശൂർ യൂണിറ്റ് തുടങ്ങുന്നത്. അപ്പോൾ മനോരമ യൂണിറ്റ് തുടങ്ങിയപ്പോൾ അന്ന് വേണുവേട്ടനാണ് മനോരമയുടെ ലേഖൻ. 71 മുതൽ വേണുവേട്ടനാണ് ലേഖൻ. ഗുരുവായൂർ ക്ഷേത്രം തീ പിടിച്ചതിന് ശേഷമാണ് മനോരമ ഗുരുവായൂർ ഒരു സ്ഥിരം ലേഖനെ വയ്ക്കുന്നത്. അത് 71-ലാണ്. 70 നവംബറിലാണ് സംഭവം. അതിനെ തുടർന്നിട്ടാണ് ആളെ വയ്ക്കുന്നത്. അപ്പോൾ വേണുവേട്ടൻ കുറേ കാലമായി. അപ്പോൾ ഒരു സഹായി എന്നുള്ള നിലയ്ക്ക് ഒരാളെയും കൂടെ വയ്ക്കാൻ വേണ്ടി മനോരമ തീരുമാനിച്ച് അവർ കുറേ അന്വേഷണമൊക്കെ നടത്തി. അപ്പോൾ അങ്ങനെ അത് എന്നോട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒരു സുപ്രഭാതത്തിൽ ഞാനത് സമ്മതിക്കും. അങ്ങനെ മനോരമയുടെ ലേഖനായിട്ട് 99 ഒക്ടോബർ മുതൽ മനോരമയിൽ എത്തുക. ദിവസം മാസമൊക്കെ കൃത്യം. കാരണം ഞാൻ ആദ്യം ചെയ്ത വാർത്ത ഗുരുവായൂർ മേൽശാന്തി നറുക്കെടുപ്പാണ്. 99 സെപ്റ്റംബറിലാണത്. സെപ്റ്റംബറിലെ മേൽശാന്തി നറുക്കെടുപ്പാണ് ചെയ്തത്. അതെനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയിൽ നിൽക്കണേ അല്ലേ? ഇങ്ങനെ വേണുവേട്ടനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ഇപ്പൊ വേണുവേട്ടൻ ഇല്ല നമ്മുടെ കൂടെ. വേണുവേട്ടൻ എന്ന് വെച്ചാൽ ഗുരുവായൂരിന്റെ ഒരു ഏറെ കാലത്തെ ചരിത്രത്തിൻ്റെ ഒരു സൂക്ഷിപ്പുകാരനായിരുന്നു. ഏത് സംഗതിക്കും ആർക്കും ധൈര്യമായിട്ട് സമീപിക്കാവുന്ന ഒരു എൻസൈക്ലോപീഡിയ ആയിരുന്നു വേണുവേട്ടൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നിലെ ഒരു ചരിത്രബോധവും ഒരു പത്രപ്രവർത്തനം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വേണുവേട്ടൻ്റെ പങ്ക് വളരെ നിർണായകം. ഞാൻ എക്സ്പ്രസ്സിലുള്ള കാലം മുതൽ വേണുവേട്ടനായിട്ടൊരു ബന്ധം, വേണുവേട്ടൻ്റെ ഓഫീസിൽ പോയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയും ഈ ഗുരുവായൂരിൻ്റെ കഥകൾ മുഴുവൻ കേൾക്കാൻ താല്പര്യമുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് പറയുകയും ചെയ്യും. അപ്പോൾ അതങ്ങനെ കേട്ടും പറഞ്ഞുമൊക്കെ ഗുരുവായൂരിനെ കുറിച്ചിട്ട് ഇങ്ങനെ അറിഞ്ഞറിഞ്ഞു വന്ന അവസാനം അപ്പുറത്ത് വേണുവേട്ടന് ഇരിക്കുന്ന ഒരു ധൈര്യത്തിൽ നമ്മൾ ഇതിങ്ങനെ ചെയ്യാണ്. ഇങ്ങനെ ചരിത്രത്തിന്റെ ഇത് പറഞ്ഞപ്പോഴേ ഇത് തോന്നുമായിരുന്നു, ശരിക്കും ഒരു കാലം സൂക്ഷിച്ചു വെച്ചതുപോലെ ഇങ്ങനെ ആ ചരിത്രത്തിന്റെ ഒരു സൂക്ഷിപ്പ് ഇങ്ങനെ കൈകാര്യം ചെയ്യണത് പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിപ്പോ എന്താ വെച്ചാൽ ഇപ്പൊ ഈ മുരളിക എന്ന് പറഞ്ഞിട്ടൊരു പങ്ക്തി മനോരമയിൽ തുടങ്ങിയല്ലോ. മനോരമയിൽ ഇപ്പോൾ 2-2.5 വർഷമായി. അത് 114-ാമത്തെ ലക്കാണ്, പങ്ക്തിയാണ് ഇന്നലെ വന്നത്. അപ്പോൾ അത് വളരെ യാദൃശ്ചികമായിട്ട് തുടങ്ങിയതാണ്. ഞാൻ ഈ FBയിൽ കുറേശ്ശെയൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പുതിയ എഡിറ്ററായിട്ട് ജീവൻകുമാർ എന്ന് പറയുന്ന ജീവൻ സാർ വന്നു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ എന്നോട് ചോദിച്ചു, ഈ എന്തിനേത് FBയിൽ എഴുതണേ, നമുക്ക് പത്രത്തിൽ എഴുതി കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സാർ തന്നെയാണ് ഈ മുരളിക എന്നൊരു പേരിട്ടിട്ട് നമുക്കൊരു, അപ്പോൾ ആളെന്നോട് ചോദിച്ചു, നമുക്കൊരു 20 ആഴ്ചയൊക്കെ ഓടിച്ചൂടെ, അതിനുള്ളൊരു മെറ്റീരിയൽ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു 25 സ്റ്റോറീസിൻ്റെ ലിസ്റ്റ് കൊടുത്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി. ഇതുവരെ ക്ഷാമം വന്നിട്ടില്ല, സംഭവങ്ങൾക്ക് ഒരു കുറവും വന്നിട്ടില്ല. ഗുരുവായൂർ ഈ പറഞ്ഞതുപോലെ ഒരു വാർത്തകളുടെ ഒരു വലിയൊരു ലോകം, വാർത്തകളുടെ വലിയൊരു ലോകമാണ്, ആളുകളുടെ വലിയൊരു ലോകമാണ് ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ. അതൊരു വളരെ എല്ലാത്തിൻ്റെയും സമൃദ്ധിയുടെ ഒരു സ്ഥലമാണ്. ഒരു ദാരിദ്ര്യം ഒന്നിനുമില്ല, വാർത്തയ്ക്കും ഇല്ല, സമ്പത്തിനും ഇല്ല, സന്തോഷത്തിനും ഇല്ല, ഉത്സവങ്ങൾക്കും ഇല്ല. അപ്പോൾ ഏത് കാര്യവും വളരെ സമൃദ്ധമാണ് ഗുരുവായൂർ. അപ്പൊ അതിന്റെ ഒരു എനർജി നമുക്കുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മനോരമയിൽ വന്നിട്ട് ഒരു ജൂബിലിയൊക്കെ കഴിഞ്ഞു. മനോരമയിൽ വന്നിട്ട് 26 വർഷമായല്ലോ. സെപ്റ്റംബർ അല്ലേ? ഈ മേശാന്തി നറുക്കെടുപ്പും കഴിഞ്ഞു. പുതിയ ആളെ 26 വർഷമായി. ഇങ്ങനെ പിന്തിരിഞ്ഞ് നോക്കുമ്പോഴേ ഇങ്ങനെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഉണ്ണിയേട്ടനായിട്ട് കൊണ്ടുവന്നു എന്ന് തോന്നുന്ന അങ്ങനത്തെ ചില വാർത്തകൾ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഒന്ന് ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളൊരു സ്ഥലത്തെ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നിന്ന് ഒരു പ്രാദേശിക ലേഖകൻ്റെ ലെവലിൽ നിന്ന് വാർത്ത ചെയ്യുമ്പോൾ ഗുരുവായൂർ വന്ന് ഇത് ചെയ്യാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് നമ്മൾ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ മറ്റൊരാൾക്കും കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇന്ത്യൻ പ്രസിഡന്റ് അവിടെ നിന്ന് കൈകൂപ്പുമ്പോൾ നമ്മളെ കൈകൂപ്പി നമുക്ക് പരിചയപ്പെടാൻ സാധിച്ച്, ശങ്കർ ദയാൽ ശർമ്മ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ ഗുരുവായൂർ വരുമ്പോൾ എല്ലാ പത്രക്കാരെയും വിളിച്ച് പരിചയപ്പെട്ടു. അപ്പോൾ അതിനൊപ്പം അദ്ദേഹം എണീറ്റ് നിന്നിട്ട് കൈകൂപ്പിയിട്ട് നമ്മളും കൈകൂപ്പിയിട്ട് അത്ര അടുത്ത് നിന്നിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞ ഒരു സന്ദർഭം. നരസിംഹറാവു വരുമ്പോൾ ഒപ്പം നടക്കാൻ പറ്റിയ ഒരു സന്ദർഭം. ജയലളിത വളരെ സെക്യൂരിറ്റിയോട് കൂടി വരുമ്പോൾ, അതായത് കരുണാനിധിയെ അറസ്റ്റ് ചെയ്തിട്ട് നേരെ ഗുരുവായൂർക്കാണ് വരുന്നത്. ആ ഗുരുവായൂർക്ക് വരുമ്പോൾ ജയലളിതയുടെ ഒപ്പം നടക്കാൻ പറ്റുകയും അവർ പറഞ്ഞ ഒരു വാക്ക്, അവർ നാളെ ഗവർണറെ കാണും എന്ന് പറഞ്ഞ ഒരു വാക്ക്, അത് ഏറ്റവും വലിയ വാർത്തയായിട്ട് കൊടുക്കാൻ കഴിയുകയും ചെയ്തത്, അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ വലിയ സംഭവമാണ്. അതേപോലെ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വെളുപ്പിന് 4 മണിക്ക് ഗുരുവായൂർ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടൊരു പത്രസമ്മേളനം, നിർമ്മാല്യം തൊഴുതു വന്നിട്ട് 4 മണിക്കാണ് പത്രസമ്മേളനം. അപ്പോൾ അതേപോലെ രാഷ്ട്രപതിമാരുടെ ലിസ്റ്റ് എടുത്ത ഈ പ്രണബ് മുഖർജി മുതൽ ഇങ്ങോട്ടാണ് സെക്യൂരിറ്റി ഇത്ര കർശനമാക്കുകയും പത്രക്കാരെ ഒന്നും കാണാതാവുകയും ചെയ്തത് അതിന് ശേഷമാണ്.
രാംനാഥ് കോവിന്ദ് അത്തരം ആളുകൾ വരുമ്പോൾ, അതേപോലെ വിദേശ രാഷ്ട്ര തലവന്മാർ, ഇപ്പോൾ നമ്മുടെ ശ്രീലങ്കൻ പ്രസിഡൻ്റായിരുന്ന രാജപക്സെ, മഹീന്ദ്ര രാജപക്സെ, ഈ ഗോട്ടബായ രാജപക്സയുടെ അമ്മാവൻ, അപ്പോൾ ഇന്നാൾ പുറത്താക്കപ്പെട്ട ആളുടെ അമ്മാവൻ, അദ്ദേഹം ആദ്യമായിട്ട് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഗുരുവായൂർ ദർശനത്തിന് വേണ്ടി വന്നു. അങ്ങനെ ദർശനത്തിന് വന്നപ്പോൾ ശരിക്ക് ഈ റെനിൽ വിക്രമസിംഘെ ആയിരുന്നു അതുവരെ ഉണ്ടായിരുന്നു. ഈ റെനിൽ വിക്രമസിംഘെ ഒരു ഇന്ത്യൻ പക്ഷപാതിയായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയായിട്ട് അടുപ്പുള്ള ആളും. ഈ മഹീന്ദ്ര പക്സെ ശരിക്കും ചൈനയായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ഒരു 3-4 ആളുകളാണ് അകത്ത് ഇദ്ദേഹത്തിനോടൊപ്പം തൊഴാൻ വേണ്ടി പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ഒരു പത്രസമ്മേളനം ഉണ്ടായി. പത്രസമ്മേളനം എന്ന് വെച്ചാൽ അദ്ദേഹം തിരിച്ചിറങ്ങി ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ ബാക്കി പത്രക്കാരൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്. അവിടെ നമ്മുടെ മാതൃഭൂമിയുടെ സലാവുദ്ദീൻ എന്ന് പറഞ്ഞ ചീഫ് റിപ്പോർട്ടറുണ്ട്. അദ്ദേഹം മിസ്റ്റർ പ്രസിഡൻറ്റ് എന്ന് ഉറക്കെ വിളിച്ചു. എന്നിട്ട് ഒരു 50 മീറ്റർ അപ്പുറത്ത് നിന്നിട്ട് അദ്ദേഹം കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അതിനൊക്കെ അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. ഈ അകലത്തിൽ നിന്നിട്ട് അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത്? ഇവരൊരു 50 അടി അപ്പുറത്താണ് നിൽക്കുന്നത്. നമ്മൾ ഇവരുടെ അക്കമ്പനി ചെയ്യുന്ന അകത്ത് പോയൊരു 3-4 ആളുടെ കൂടെ നമ്മളുണ്ട്. ഇവർ കുറച്ച് അപ്പുറത്താണ് നിൽക്കണേ. ഒരു 50 മീറ്റർ അപ്പുറം നിന്നിട്ട് അവിടെ നിന്നിട്ട് ഉറക്കെ ചോദിക്കും, ഇദ്ദേഹം എവിടെ നിന്ന് മറുപടി പറയും. അങ്ങനെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അതൊരു വിദേശ രാജ്യത്തിൻ്റെ തലവനാണ് അദ്ദേഹം. അപ്പം അത്തരം ചില അപൂർവ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടായി, സാക്ഷിയാവാനായിട്ട്. വാർത്തകളുടെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാല് അങ്ങനെയുള്ള ചില ഒരു ഇപ്പോ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതല്ലാതെ നമ്മുടെ ഒരു വീരസ്യ അല്ലെങ്കിൽ പൊങ്ങച്ചെന്നറിയാല ചില ചെറിയ സംഭവങ്ങൾ. ഇപ്പോൾ ഫാദർ ഉഴുന്നനാൽ എന്ന് പറഞ്ഞൊരു ആളെ എത്യോപ്യയിലോ മറ്റൊരു യമനിലെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തെ മോചിപ്പിക്കുന്ന ഒരു സമയമൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പ്രതിരോധ മന്ത്രിയായ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ് തൊഴാൻ വരുന്നു. അപ്പോൾ പിന്നെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് അദ്ദേഹം പത്രക്കാരെയൊക്കെ കാണും. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, ഈ ഫാദർ ഉഴുന്നനാലിൻ്റെ മോചനം അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം ആ പേര് കേട്ടിട്ടില്ല. ശ്രദ്ധയപ്പെട്ട ഉഴുന്നനാൽ അങ്ങനെയൊക്കെ. അപ്പോൾ കൂടെയുള്ളവരോട് ചോദിച്ചു. അപ്പോൾ ഏതോ ഒരു മലയാളി ഉണ്ടായിരുന്നു, അയാളത് പറഞ്ഞു കൊടുത്തു. ഏതായാലും അതിനുശേഷം ആ സംഭവത്തിനകത്ത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ശ്രദ്ധയുണ്ടാവുകയും അദ്ദേഹം മോചിതനാവുകയും ചെയ്തു. അത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അത്തരം ഒരു കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നില്ല. പക്ഷേ ഈ ഒരു ചോദ്യം, അപ്പം അന്ന് ഈ ചോദിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകൾ തന്നെ ഇയാളെന്താ ഇങ്ങനെ ചോദിക്കണമെന്നൊരു ഒരു സംഗതി തോന്നിയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു അങ്ങനെയുള്ള ഒരു ശരിക്കും അതുവരെ അത് എത്തേണ്ടടുത്ത് അതിന്റെ ശ്രദ്ധ എത്തിയിരുന്നില്ല. അപ്പോൾ പിന്നീടാണ് അത് സെൻട്രൽ ഗവൺമെന്റ് ഇടപെട്ട് അദ്ദേഹത്തെ മോചിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. അതിന് മുഴുവൻ കാരണം ഇതാന്നല്ല ഞാൻ പറയുന്നത്, ഒരു സൂചകമായി എന്ന് പിന്നീട്. അതെ ഇവരൊക്കെ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ വന്നു പോകുമ്പോഴും ഇവരൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അടുപ്പവും തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. വ്യക്തിപരമായിട്ട് അടുപ്പത്തിന് ഉണ്ടാവും. അത് അങ്ങനെ ശ്രമിക്കുന്ന ഒരാളല്ല ഞാൻ. ചില ആളുകൾ ഇങ്ങനെ പരിചയപ്പെട്ടാൽ അതിന്റെ ഫോളോ അപ്പ്, ഇവിടെ എത്രയോ ആളുകൾ വന്ന് പോകണു, നമ്മളെ കാണണു, പരിചയപ്പെടണു, ചിലപ്പോൾ ഇഷ്ടം തോന്നണു, അവർ പറയും വരൂ സിംഗപ്പൂർക്ക് വരൂ അല്ലെങ്കിൽ എങ്ങോട്ട് വരൂ എന്ന് പറയും. പക്ഷെ നമ്മളത് അവിടെ വെച്ചിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാറില്ല എന്നുള്ളൊരു ദോഷം നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഒരു നേച്ചറിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്ന ആളുകൾ ധാരാളം ഉണ്ട്. അത് ചെയ്ത ബന്ധങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. പിന്നീട് ഇവരൊക്കെ മറ്റു സ്ഥലങ്ങളിൽ വെച്ച് കാണാൻ പറ്റാറുണ്ടോ? അത് ഇത്തരം ആളുകളൊന്നും കാണാറില്ല. പക്ഷെ മറ്റ് അതിന്റെ താഴെക്കടയിലുള്ള ഒരുപാട് ആളുകളെ കാണാൻ പിന്നീടും കാണാനും അതൊക്കെ പറ്റും. പിന്നെ ഈ ലീഡർ ഇതേപോലെ ഒരു സംഭവമാണ്. ലീഡറും ഈ പറഞ്ഞതുപോലെ കർമ്മം കൊണ്ടും പിന്നെ ഗുരുവായൂരുകാരനാണ്. അല്ല, ലീഡറുടെ ഒപ്പമൊക്കെ പണ്ട് നമ്മൾ തൊഴാൻ പോകും. അതായത് ഒന്നാമത്തെ എന്താ വെച്ചാൽ സുഖമായിട്ട് തൊഴാം. പിന്നെ ഇദ്ദേഹം വരുന്നത് മുഴുവൻ ചില പ്രത്യേക സന്ദർഭങ്ങളിലാണല്ലോ. ഇദ്ദേഹം ആകെ ഈ രാഷ്ട്രീയം ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. പിന്നെ ലീഡറെ സംബന്ധിച്ച് എപ്പോഴും പ്രശ്നങ്ങൾക്ക് ഉള്ളിൽ നിൽക്കാൻ താല്പര്യമുള്ള ആളാണ്. അപ്പം അദ്ദേഹം തൊഴാൻ പോകുമ്പോൾ തൊഴുതു വന്ന് തിരിച്ചു വന്ന് പിന്നെ രാമനിലത്തിൽ പോയിട്ടാണ് പത്രസമ്മേളനം. അതോടുകൂടിയിട്ടാണ് ഈ സംഗതി പൊട്ടണത്. കേരള രാഷ്ട്രീയം അന്ന് ഈ TV ഒന്നുമില്ലല്ലോ, ഒന്നും ഇവിടെ പറയാറില്ല. അദ്ദേഹം തൊഴാൻ പോകുമ്പോഴത്തെ പ്രത്യേകത എന്താ വെച്ചാൽ കുളിച്ച് പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം ഒരാളോട് മിണ്ടുപോലുമില്ല. ആകെ ഈ കരുണാകരൻ പൈസ കൈകൊണ്ട് തൊടുന്നത് ശരിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭണ്ണാരത്തിൽ ഇടാനാണ്. അതായത് അല്ലാതെ അദ്ദേഹത്തിന് പൈസ കൈകൊണ്ട് തൊടേണ്ട ഒരു ആവശ്യം ഈ അവസാന കാലത്ത് കുറേ കാലമായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പൈസ അദ്ദേഹം മടിയിലാണ് സൂക്ഷിക്കുക.
അത് അവിടുന്ന് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മൂപ്പരിങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് ഒരാൾ ഡിസ്റ്റർബ് ചെയ്യണതോ സംസാരിക്കണതോ ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഒരാൾ നേരിൽ വന്നാൽ പോലും കണ്ട ഭാവം വയ്ക്കില്ല. പോയി തൊഴുത് തിരിച്ചു വന്നിട്ടല്ലാതെ ബാക്കിയൊരു സംഗതിയില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഗുരുവായൂർ പത്രസമ്മേളനങ്ങൾ അപൂർവം. പക്ഷേ ചില പിറന്നാളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഉദയാസ്തമന പൂജയുണ്ട്. ആ ഉദയാസ്തമന പൂജയ്ക്കൊക്കെ മിക്കവാറും ഒരു ദിവസം മുഴുവൻ കുറച്ചധികം സമയം ഗുരുവായൂരുണ്ടാവും. ഒരു ദിവസം മുഴുവൻ ഗുരുവായൂർ എല്ലാ പൂജയും തൊഴാനൊക്കെ ഉണ്ടാവും. ആ ദിവസം എന്ന് വെച്ചാൽ ഈ കേരള രാഷ്ട്രീയം മുഴുവൻ ഗുരുവായൂരായിരുന്നു. അപ്പം അങ്ങനെ ഒരു വലിയ പ്രാധാന്യം ശ്രീവത്സത്തിന് അക്കാലത്തുണ്ടായിരുന്നു. അത് അന്നത്തെ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും തൊട്ട് മുഴുവൻ ആൾ, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഈ കടന്ന് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് വരുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കും ആരൊക്കെ ഉണ്ടെന്ന്. ഏത് SP വരാത്തത്, അല്ലെങ്കിൽ അതാണ് നോക്കണേന്ന് പറയും. അപ്പം വരാത്ത ആൾക്കുള്ള പണി അവിടെ ഉണ്ടെന്ന് അർത്ഥം. അപ്പം അങ്ങനെ ഒരു വളരെ എന്താ പറയണേ, ഒരു വളരെ എൻ്റർപ്രൈസിങ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അപ്പം അദ്ദേഹമായിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ ആയിട്ടുള്ള അവസരം സരസനുമായിരുന്നു. ഒരു സംഭവം വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ പറയാം. അതായത് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ഇതേപോലെ ഒരു സംഗതിയാണ്. ചോലൂർ കൃഷ്ണൻകുട്ടി അറിയാം, അദ്ദേഹം നമ്മുടെ ഒരു ഗുരുസ്ഥാനത്തുള്ള. ഒരു ദിവസം ഞങ്ങൾ നടക്കൽ വെക്കുമ്പോൾ ചോലൂർ പറഞ്ഞു നമുക്ക് ലീഡറെ ഒന്ന് കാണാടോ എന്ന് പറഞ്ഞിട്ട് ഞാനും ഇദ്ദേഹം കൂടെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഇദ്ദേഹമുണ്ട്, ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പത്മജ വേണുഗോപാലിൻ്റെ മകൻ കരുൺ എന്ന് വളരെ വികൃതിയായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഈ മുത്തച്ഛൻ്റെ മടി കയറി കളിക്കണം. അപ്പോൾ ഈ കരുൺ ഭയങ്കര ആനപ്രേമിയാണ്. അപ്പോൾ ഇയാളെന്തോ ആനയുടെ കഥയൊക്കെ ചോദിച്ച് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ ലീഡർ പറഞ്ഞത് അതാ ചൊവ്വുള്ളതിനോട് ചോദിച്ചാൽ അങ്ങനെ പറയാം, ചൊവ്വല്ലൂരിനെ ആൾ വന്നിട്ടുണ്ട്, ചൊവ്വുള്ളതിനോട് ചോദിച്ചാൽ മതി എന്ന്. അപ്പോൾ എന്താ വെച്ചാൽ ചൊവ്വല്ലൂർ ഒരു ആനക്കഥ പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം വേണം കുട്ടിക്ക്. അപ്പോൾ അതെൻ്റെ പുസ്തകത്തിലുണ്ടെന്നോ മറ്റോ ചൊവ്വല്ലൂർ പറഞ്ഞു. എനിക്കിപ്പോൾ ആ പുസ്തകം വേണമെന്നായി. അപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ അതൊന്ന് സംഘടിപ്പിച്ച് കൊടുക്കുമെന്ന് ലീഡറും പറഞ്ഞു. രാത്രി ഒരു 7:30-8 മണി ആയിട്ടാണ്. അപ്പോൾ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ IG ആ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വേഗം എന്നോട് ചൊവ്വല്ലൂർ പറഞ്ഞിട്ടോ കുടുങ്ങിയിടോ എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ ഈ പോലീസ് ജീപ്പിൽ ഞാനും ചൊവ്വല്ലൂരും നേരെ കയറിയിട്ട്, അന്ന് മാതൃഭൂമി ബുക്ക് സ്റ്റോളാണ് കൗസ്തുഭത്തിൻ്റെ അവിടെ, അത് പ്രഭാരൻ നായർ എന്ന് പറഞ്ഞ ആളാണ് അവിടെ ചെന്നത്, അടച്ചിക്കണം. എന്നിട്ട് ഞങ്ങൾ ഈ വണ്ടിയായിട്ട് പ്രഭാരൻ നായരുടെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്ന് ഇത് തുറപ്പിച്ച് പുസ്തകം എടുത്ത് കൊണ്ടുപോയിട്ട് ഈ കൊടുത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ രസകരങ്ങളായ സംഭവങ്ങളുമുണ്ട്. ഇപ്പൊ ചോലൂർ കൃഷ്ണൻകുട്ടീനെ പറ്റി പറഞ്ഞപ്പോഴാണ് അങ്ങനെയുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ശരിക്കും അല്ലേ? ചോലൂർ കൃഷ്ണൻകുട്ടി എന്ന് മാത്രമല്ല, ചോലൂർ കൃഷ്ണൻകുട്ടി സ്ഥിരം, അതായത് നമുക്ക് അവരുടെയൊക്കെ എപ്പോഴും നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുകൊണ്ട് നമ്മൾ വലുതാവുമല്ല, അവർ സ്ഥിരം ഗുരുവായൂർ ഓരോ സാന്നിധ്യമായിട്ട് നിൽക്കുമ്പോഴേ അവരുടെ മഹത്വവും വലിപ്പവും നമ്മൾ അറിയണത് അവരുടെ മരണശേഷമൊക്കെയാണ്. പലപ്പോഴും അവരൊക്കെ എന്ത് വലിയ മഹാന്മാരായിട്ടാണ് നമുക്ക് ഇടപെടാൻ കഴിഞ്ഞത്. അതേപോലെ ഗുരുവായൂരത്തെ മാധ്യമ പ്രവർത്തകരുടെ ഒരു നിര എന്ന് പറഞ്ഞാൽ ആ തരത്തിലുള്ളൊരു നിരയായിരുന്നു. CG നായർ, D വാസുദേവൻ, വേണുഗോപാലൻ, പിന്നെ PMN മേനോൻ, GKS കേശവൻ എന്ന് പറഞ്ഞ ഹിന്ദുവിൻ്റെ റിപ്പോർട്ടർ, നരേന്ദ്രൻ മാഷ്, ലക്ഷ്മണേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും തികഞ്ഞൊരു ജനുവേട്ടൻ ഇപ്പം മരിച്ച മാതൃഭൂമിയുടെ ജനുവേട്ടൻ, അങ്ങനെ ഒരു തികഞ്ഞ നിരയുണ്ടായിരുന്നു. അപ്പം അവർക്കൊപ്പം വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. എൻ്റെ പത്രപ്രവർത്തനത്തിൽ എനിക്ക് ഈ KSRTCയിൽ കവർ അയക്കാനും ഫോണിൽ വിളിച്ചു പറയാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഫാക്സ് വന്നപ്പോൾ ആദ്യം ഫാക്സ് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഡെസ്ക്ടോപ്പ് വന്നപ്പോൾ ഡെസ്ക്ടോപ്പിൽ വാർത്ത അയക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ലാപ്ടോപ്പിൽ വാർത്ത അയക്കാൻ പറ്റും. അപ്പോൾ ആ സാങ്കേതികത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലും നമുക്ക് ഒപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സങ്കടപ്പെടുത്തുന്ന അങ്ങനത്തെ എന്തെങ്കിലും വിശേഷങ്ങളോ? സങ്കടപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ അങ്ങനെയില്ല. നമ്മൾ കൈകാര്യം ചെയ്യുന്ന മനോരമയാണ് മീഡിയം. അപ്പം അതിനകത്തൊരു ബാലൻസിങ് ആയിട്ടുള്ള പത്രപ്രവർത്തനമാണ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതാണ് നമ്മൾ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ശത്രുക്കളൊന്നും നമുക്കില്ല. പക്ഷേ ഒരു സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ ഒരിക്കൽ ഒരു അവധി ദിവസം ഗുരുവായൂർ ഒരു റിപ്പബ്ലിക് ഡേ ആണോ എന്നെനിക്ക് തോന്നണേ, January 26 പത്രമില്ല. അപ്പോൾ ഗുരുവായൂർ പ്രസ് ക്ലബ്ബ് ഉണ്ടായിരുന്നു, കിഴക്കേ നടക്കില്ല. പ്രസ് ക്ലബ്ബും അതിൻ്റെ ഒരു STD ബൂത്തുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രസ് ക്ലബ്ബിൽ ഇരിക്കുന്ന സമയത്ത്, ഞങ്ങളെല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്ത് കല്യാണ മണ്ഡപത്തിൻ്റെ അവിടെ ഒരു അടി ഉണ്ടാവണം. അപ്പോൾ ഞങ്ങൾ വേഗം ഓടിച്ചെന്ന് നോക്കുമ്പോൾ ആലപ്പുഴയുള്ളൊരു ടീമാണ്. അതായത് ഒരാൾ ഭാര്യയുള്ള ഒരാൾ ഭാര്യ വീട്ടുകാരറിയാതെ അയാൾക്ക് ഇഷ്ടമുള്ള വേറൊരു പെൺകുട്ടി അവിടെ വെച്ച് കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ ഇതറിഞ്ഞിട്ട് ഈ ഗുരുവായൂർ വെച്ച് ആദ്യ ഭാര്യയുടെ ആളുകൾ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഏർപ്പാട് ചെയ്തു. അവൻ വന്ന് ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോ എടുക്കുന്നത് മറ്റവർ കണ്ടിട്ട് ഈ ഫോട്ടോഗ്രാഫറെ പിടിച്ചിട്ട് ഇടിക്കുകയാണ്. വൈജയന്തി ബിൽഡിങ്ങിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇടിക്കുകയാണ്.
അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതന്നിപ്പോൾ നമ്മൾ ദൃക്സാക്ഷിയായിട്ട് കണ്ട ഒരു സംഭവം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അന്ന് പത്രമില്ല, പിറ്റേ ദിവസം ഒരു ചെറിയ വാർത്ത എക്സ്പ്രസ്സിൽ കൊടുത്തു. ഇങ്ങനെ രണ്ടാം വിവാഹത്തിനെത്തിയ ആളെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച ആളെ മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഇവർ എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഈ രണ്ടാമത്തെ ഭാര്യയിൽ ഒരു കുട്ടിയൊക്കെ ഉണ്ടാവുമോ അങ്ങനെ എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഇവർ തമ്മിലുള്ള കേസ് ഇങ്ങനെ കേസ് നടന്നിട്ട് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ എക്സ്പ്രസ്സിൽ വന്ന വാർത്ത അതിനകത്ത് എക്സിബിറ്റായിട്ട് വെച്ചു. ഇങ്ങനെ ഗുരുവായൂർ തെളിവായിട്ട് വെച്ചു. അതായത് ഇത് ഗുരുവായൂർ ഇതാ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇവർ ഇന്ന് നടന്നത്. ഇവരെന്നിട്ട് നമ്മളെ സാക്ഷിയായിട്ട് പെടുത്തി. അപ്പോൾ എന്താ വെച്ചാൽ ഇവരവിടെ നല്ല ഫിനാൻഷ്യലി സൗണ്ടാണ്. അവർ ഈ കരിമണലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. കുറച്ച് ഗുണ്ടായിസം രണ്ടാളുകളുടെ ഇടയ്ക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നു, എങ്ങനെയെങ്കിലും വന്ന് ഇവിടെ ഉണ്ടായ സംഭവം ഒന്ന് പറയണം എന്ന് പറഞ്ഞു. ഞാനത് പരമാവധി ഒഴിവാകാൻ നോക്കി. പക്ഷേ എക്സ്പ്രസ്സിൽ പോയിട്ട് പറഞ്ഞിട്ട് ഞാനാണ് അന്നത്തെ ലേഖകൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോട്ടീസൊക്കെ വന്നു. ഇവർ പറഞ്ഞു നിങ്ങളൊരു വണ്ടി വിളിച്ചു പോരെ, വണ്ടിയുടെ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഞാനും നമുക്ക് പരിചയമുള്ള ഒരു വണ്ടി വിളിച്ച് അവിടെ ചെന്നപ്പോൾ അവിടെ ഭയങ്കര സംഭവമാണ്. ഈ കോടതിയിൽ തന്നെ ഭയങ്കര സംഭവമാണ്. മറ്റൊരു ഗ്രൂപ്പ് അവിടെ നിൽക്കണം, ഇവിടെ നമ്മളെ വക്കീലാഫീസിൽ പിടിച്ചിരുത്തി ഫുൾ പ്രൊട്ടക്ഷനിൽ അവിടെ കൊണ്ടുപോയി നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ വക്കീൽ തന്നെ വന്നിട്ട് നമ്മളെ വണ്ടിയിൽ കയറ്റി തിരിച്ചു വിടുകയാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നമ്മളറിയാത്തൊരു കാര്യത്തിന് ചേർത്തല കോടതിയിൽ പോയിട്ട് സാക്ഷി പറയേണ്ട ഒരു സംഭവം സന്ദർഭം. ഈ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള അങ്ങനത്തെ വാർത്തകളെ ഗുരുവായൂർ പ്രത്യേകിച്ചും ഇപ്പൊ നേരത്തെ കരുണാകരൻ സാറിന്റെ ഒക്കെ പറഞ്ഞത് പോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയക്കാർ വരുന്നത് കൊണ്ടും അല്ലെ അങ്ങനെയൊക്കെ കോൺട്രവേഴ്സ്യൽ ആയിട്ട് ഇപ്പൊ ചിലപ്പോൾ നമുക്ക് വാർത്തയാക്കണം എന്നുണ്ട്, അങ്ങനെ വാർത്തയാക്കാതെ പോയ അങ്ങനത്തെ എന്തെങ്കിലും വിശേഷങ്ങള് അല്ല പലതും നമുക്ക് വാർത്തയാക്കാൻ കഴിയാറില്ല. അതെന്താ വെച്ചാൽ അത് സ്ട്രിക്ട്ലി പേഴ്സണൽ ആയിട്ടുള്ള ചില ഇന്നത്തെ മാതിരി അല്ലല്ലോ. ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു മനുഷ്യൻ്റെ എല്ലാ പേഴ്സണൽ സംഗതികളും വാർത്തയാവുന്ന കാലമാണ്. അന്ന് അങ്ങനെയല്ല, ഒരു മാന്യത നമ്മൾ പല കാര്യത്തിലും കീപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതായത് ഈ പൊളിറ്റിക്സിൽ ചില ആളുകളെ തള്ളുന്നത് അല്ലെങ്കിൽ അതിനകത്തുള്ള ചില സംഭവങ്ങൾ നടക്കണമൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതായത് ഗുരുവായൂർ വെച്ചിട്ട് ചില ആലോചനകൾ നടക്കുന്നത്, ആ ആലോചനകളുടെ ഫലമായിട്ട് ചില തീരുമാനങ്ങൾ ഉണ്ടാവുന്നത്, അത്തരം സംഗതികളൊക്കെ കൊടുക്കാറുണ്ടെന്നല്ലാതെ അത്തരത്തിലൊരു അതിനപ്പുറത്തേക്ക് ഒരു പരിധി വിട്ടിട്ടുള്ള അല്ലേ ആളുകൾ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ ആ തരത്തിലൊരു വർക്കിലേക്ക് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അല്ല ആ നിലയ്ക്ക് ഉണ്ടാവാറില്ല. ഇപ്പോൾ നമ്മുടെ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടെ ഇപ്പോൾ പ്രവർത്തനം കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ. ഈ അതിന്റെ ഒരു ആത്മീയത ശരിക്കും ഉണ്ണിയേട്ടനിൽ എങ്ങനെയാണ് വരുന്ന കാലത്തും ഇപ്പോഴുള്ള? ഞാൻ വരുന്ന കാലത്ത് വിശ്വാസിയല്ല. ഞാൻ ഇപ്പോഴും ഒരു ഭക്തനൊന്നുമല്ല. പക്ഷെ എൻ്റെ ഒരു പാർട്ടാണ് ഗുരുവായൂർ അമ്പലവും ഗുരുവായൂരപ്പനും കണ്ണനും ഒക്കെ എൻ്റെ ഒരു പാർട്ടാണ്. അതൊരു എന്നിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഈശ്വരനൊന്നുമല്ല. എനിക്കൊരു ഭയപ്പെടുകയോ അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയല്ല. എനിക്കൊരു കമ്പാനിയൻ എന്ന് പറയില്ല, ഏറ്റവും ക്ലോസ് ആയിട്ട് നമുക്ക് പിന്നെ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഒരാളാണത്. അപ്പം അത് എപ്പോഴും നമുക്കൊരു ആശ്വാസം തരുന്നതും നമ്മളെ സന്തോഷിപ്പിക്കുന്നതും നമുക്ക് ചീത്ത വിളിക്കാൻ പറ്റുന്നത്. അതാണ് ഈ ആളുകൾ ഗുരുവായൂർ വരുന്നതിൻ്റെ ഒരു പ്രധാന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ആളുകൾക്ക് വേണമെങ്കിൽ ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ ഈ കണ്ണനെ മകനായിട്ടോ സഹോദരനായിട്ടോ കാമുകനായിട്ടോ ഭർത്താവായിട്ടോ ജാരനായിട്ടോ, ഞാൻ അങ്ങനെയും പറയാം, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സങ്കല്പിച്ച് ഈശ്വരനെ സ്വന്താക്കാൻ കഴിയുന്നൊരു സ്ഥലമാണ്. അതാണ് ഈ ഒരു പ്രവാഹത്തിൻ്റെ ഒരു കാരണം. അതാണ് കാരണം അത് ആൾ ചതിക്കില്ല, നമ്മുടെ ഒപ്പമുള്ള ഒരാളാണ് എന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസമാണ്. പിന്നെ വളരെ ഈ പ്രകൃതിയൊക്കെ ആയിട്ട് ഏറ്റവും ഒരു മയിൽപ്പീലി, ഒരു മുളന്തണ്ട്, ഒരു 4 കുന്നിക്കുരു, ഇതൊക്കെയാണ് സിമ്പിൾസ്. അതായത് ഏറ്റവും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനം. ഒരു 4 അപ്പം, ഒരു ലേശം പാൽപ്പായസം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഗതികൾ. പിന്നെ എല്ലാവിധ കലകളും അതിൻ്റെയൊക്കെ ആശാനാണല്ലോ. അത് സംഗീതമാവട്ടെ, ഈ മുളന്തണ്ടിയിൽ നിന്നാണല്ലോ സംഗീതം മുഴുവൻ, ഈ വിശ്വപ്രേമത്തിൻ്റെ സംഗീതം മുഴുവൻ അതിൽ നിന്നാണ് വരുന്നത്. അതേപോലെ എല്ലാ നൃത്തരൂപങ്ങളും അതിൽ നിന്നാണ് വരുന്നത്. ഈ കൃഷ്ണനില്ലെങ്കിൽ ഈ ഭാരതീയ കലകളിൽ പലതും ഇല്ലയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നൃത്തമാവട്ടെ സംഗീതമാവട്ടെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളാവട്ടെ, ഇതൊന്നും ഈ ഇന്ന് കാണുന്ന ഭാരതീയ കലകൾ അതിൻ്റെ മുഴുവൻ അടിസ്ഥാനം എന്ന് പറയുന്നത് കൃഷ്ണനാണ്. അപ്പോൾ അതുകൊണ്ട് അയാളിങ്ങനെ ചേർത്ത് പിടിക്കാൻ പരമാവധി ശ്രമിക്കുക. ആളിങ്ങനെ കൊതറി മാറാൻ നോക്കും, എന്നാലും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന, എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത്. ഒരാൾ പറഞ്ഞേ, പിന്നെ ഞാനിങ്ങനെ നടക്കുമ്പോൾ ഗുരുവായൂരപ്പൻ പിന്നിലുണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കാണില്ല, 2 കാലടി മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞു.
അപ്പോൾ ആളെന്നെ വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീന്ന് പറഞ്ഞു അത്രേ, ആ 2 കാലടി എൻ്റെയാണ്, നിന്നെ ഞാൻ എടുത്തിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു അത്രേ. അതാണ് അതിൻ്റെ ഒരു സങ്കല്പം. അതാണ്. അപ്പോൾ ആ ഒരു സങ്കല്പത്തിലാണ് ആളുകൾ മുഴുവൻ വരുന്നത്. അവർക്കൊരു വരുമ്പോൾ വലിയൊരു ആശ്വാസമുണ്ട്. ഞാൻ പറയുന്നത് 7 മണിക്കൂർ 8 മണിക്കൂർ ആളുകൾ ക്യൂ നിന്നിട്ട് ആകെ ഈ കാണുന്നത് ഒരു 3 സെക്കൻഡ്, മാക്സിമം 5 സെക്കൻഡ്. ഈ 5 സെക്കൻഡ് കണ്ട് തിരിഞ്ഞാൽ അവൻ ആലോചിക്കണത് അടുത്ത മാസം എന്ന് വരണം, അല്ലെങ്കിൽ അടുത്ത വരവിനെ കുറിച്ചിട്ട് ആലോചിക്കണം. അല്ലാതെ ഇത്ര നേരം ഇനി ഇങ്ങോട്ട് ഇല്ല എന്നൊരാൾ പറഞ്ഞു പോണില്ല. അപ്പം ഒരു മാസ്മരികത ഗുരുവായൂരിനുണ്ട്. പലപ്പോഴും ഞാൻ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോഴേ നമ്മൾ വിളക്കിന്റെ അവിടെയൊക്കെ നിന്ന് തൊഴുന്ന ആൾക്കാര് പലരെയും കാണുമ്പോ ഇങ്ങനെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകി ഹൃദയം പൊട്ടി വരുന്ന ആൾക്കാരെ പലപ്പോഴും മേശാന്തി നറുക്കെടുപ്പ് നടക്കുമ്പോൾ കുറേ നേരം നമ്മൾ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഈ ക്യൂ ഇങ്ങനെ വന്നിട്ട് ഈ നമസ്കാര മണ്ഡപം ഇങ്ങനെയായിട്ടാ പോവാ. അപ്പം ഞാൻ ഈ കൂടെ നിൽക്കുന്നവരോട് പറയും, ഈ വരുന്ന ആളുകളെ ശ്രദ്ധിക്കാൻ പറയും. ഈ വരുന്ന ആളുകൾ പൊട്ടിക്കരയുക, സന്തോഷം കൊണ്ട് ചിരിക്കുക, വേറൊരു സംഗതി അവർ കാണുന്നില്ല. ഫുൾ ടൈം പുള്ളിയായിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. ആ ഒരു ലിങ്കാണ് എപ്പോഴും നമ്മൾ കാണുന്നത്. അതൊരു വല്ലാത്ത, അത് പുറത്തുനിന്ന് കാണുമ്പോഴും അത് നമുക്ക് അനുഭവിക്കാനായിട്ട്. അത് ഇവിടെ നിന്നൊരു വിളക്ക് കണ്ടാൽ മതി, അപ്പം അതിൻ്റെ ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ ഞാൻ പറയണത് എത്രയോ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ കവർ ചെയ്തിട്ടാണ് ഇവർ ഗുരുവായൂർക്ക് വരണേന്നറിയാം. ഗുരുവായൂർ ചുറ്റുഭാഗം കൊണ്ട് ഇഷ്ടം പോലെ, പക്ഷെ ഇവിടെ വന്നാലേ ആ ഒരു അനുഭൂതി കിട്ടുന്നുള്ളൂ എന്നുള്ള അതൊരു മാറ്റം ഒഴുകി എത്തുകയാണ് അല്ലേ ശരിക്കും. ഇപ്പൊ ഉണ്ണിയേട്ടൻ്റെ ഇവിടെ ഗുരുവായൂർ വരുന്ന കാലഘട്ടവും ഇപ്പൊ തമ്മിലും വലിയ വ്യത്യാസമുണ്ട്. ഞാൻ വരുമ്പോ എന്താ വെച്ചാൽ, പണ്ട് ഞങ്ങൾ രാത്രി ഈ പൂരങ്ങൾക്ക് മറ്റു സംഗതികൾ സിനിമയൊക്കെ കാണുന്ന ചെറുപ്പം, അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ അടുത്ത പരിപാടി നിർമ്മാല്യം തൊഴിലാണ്. അപ്പം നിർമ്മാല്യം തൊഴിലാന്ന് വെച്ചാൽ രാവിലെ ഒരു 2:30 ആയി കഴിഞ്ഞാൽ കുളത്തിലിറങ്ങി ഈ കിഴക്കേ ഭാഗത്ത് കുളത്തിലിറങ്ങി കുളിച്ചിട്ട് നേരെ നീന്തിയിട്ട് ഈ മേശാന്തി കടവിൻ്റെ അപ്പുറത്ത് പോയിട്ട് അവിടെ നിൽക്കും. അവിടെ നിന്നിട്ട് കുളിച്ച് തോർത്തി ഒരു 2:50 കുളിച്ച് തോർത്തി ഞങ്ങൾ എൻട്രൻസിൻ്റെ അവിടെ പോയിട്ട്, ഞങ്ങൾ ഗുരുവായൂരുള്ള കുറച്ച് ടീമുണ്ട്, ഞാൻ ആനന്ദൻ, KR നമ്പൂരി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകളുണ്ട്. അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കും. അത് അമ്പലമായിട്ട് ബന്ധമുള്ളവരാണ് നമ്മുടെ ഫ്രണ്ട്സ് മുഴുവൻ. അപ്പോൾ അതിൻ്റെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കും. 3 അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓടി നേരെ ചാടി കിടന്നിട്ട് ആദ്യം പോയിട്ട് നിർമ്മാല്യം തൊഴും. അങ്ങനെ എത്രയോ നിർമ്മാല്യങ്ങൾ നമ്മൾ തൊഴുതിരിക്കണം. ഇന്നൊരു നിർമ്മാല്യം തൊഴണമെങ്കിൽ നിർമ്മാല്യം തൊഴാൻ പറ്റില്ല. കാരണം നിർമ്മാല്യം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ എത്തുമ്പോഴേക്കും തൈലാഭിഷേകവും കഴിഞ്ഞ് മലർനിവേദ്യമായി ഉണ്ടാവും. കാരണം അത്ര നേരം ക്യൂ ആയിട്ട് പോയിട്ടുണ്ടാവും. അന്നൊക്കെ ഞാനൊരു 86, 87 ഞായറാഴ്ച ദിവസങ്ങളിലാണ് അമ്പലത്തിന് പുറത്തേക്ക് ഒരു ക്യൂ വരിക. ഈ കിഴക്കേ നടപ്പരയിൽ ഇന്ന് കുറച്ച് ആളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കല്യാണ മണ്ഡപത്തിൻ്റെ അവിടെ വരെ കുറച്ച് ക്യൂ ഉണ്ടാവും. അതാണ് ഒരു 85, 86 കാലഘട്ടത്തിലൊക്കെ ഉള്ളത്. പിന്നെ അത് അങ്ങോട്ട് അന്നിപ്പോൾ ഫ്രണ്ടിൽ 2 ഗൂർഖകൾ ഉണ്ടാവും. ഒരു പക്ഷേ എൻ്റെ ഓർമ്മയുണ്ടാവും, 2 ഗൂർഖകൾ ഉണ്ടാവും. അത് നേപ്പാളി ഗൂർഖകൾ അവരുടെ വേഷത്തിൽ കത്തിയൊക്കെ ആയിട്ട് അതൊരു ഐശ്വര്യം, അവരാണ് ഈ കാവക്കാര്. ഈ സോപാനം കാവക്കാർ കുറച്ചുണ്ട്, പിന്നെ മെയിൻ സെൻറ്ററിൽ കുറച്ച് കാവക്കാരുണ്ടെന്ന്. ഈ സെക്യൂരിറ്റി സംവിധാനമോ സംഗതികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിൽ തൊഴാനുള്ള അന്ന് ക്യൂ ഒക്കെ ഉണ്ട്, എന്നാലും ഈ ഒരു അകത്ത് മാത്രമാണ് ക്യൂ ഉണ്ടായിരുന്നത്. അതെ അതെ. ഇപ്പോൾ ഗുരുവായൂരിൻ്റെ ഒരു വളർച്ച എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു രാഷ്ട്രീയ ഒരു കാലാവസ്ഥയിലും മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? അത് ഒരു കഴിഞ്ഞ 10, 20, 30 വർഷക്കാലം എങ്ങനെയാണ് കാണുന്നത് ഗുരുവായൂർ എന്ന് വെച്ചാൽ? ഞാനൊക്കെ വരണ സമയത്ത് ഞാനൊരു ലെഫ്റ്റ് മൈൻഡഡ് ആയിട്ട് ഒരു പൊളിറ്റിക്സിൽ നിന്ന ആളാണ്. ഞാനൊക്കെ വരണ സമയത്ത് ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു അതിപ്രസരമാണ്, അല്ലെങ്കിൽ UDFൻ്റെ ഒരു അതിപ്രസരമാണ്. പ്രത്യേകിച്ച് ലീഡർ വരുന്നു, എല്ലാ 1-ാം തീയതി ലീഡർ വരുന്നു. അപ്പോൾ ലീഡർ വരിക എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് പൊളിറ്റീഷ്യൻസ് ഒക്കെ വരുന്നു. അപ്പോൾ ഒരു അധികാര കേന്ദ്രം കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലറിഷ്നെസ് കോൺഗ്രസ്സിനുണ്ടായിരുന്ന സമയമാണ് അന്ന്. പിന്നെ അതിങ്ങനെ കുറഞ്ഞു വരികയും ഇവിടെ ലെഫ്റ്റ് വളർന്നു വരികയും ചെയ്യുന്നൊരു സംഗതി ആണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഈ വളർച്ച, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് വികസനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, ദേവസ്വത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ PT മോഹനകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ ചെയർമാനായിരിക്കുന്ന കാലത്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വികസന കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീവത്സം ഗസ്റ്റ് ഹൗസ്, ഒരുപാട് അദ്ദേഹം ചെയ്തതിനെല്ലാം വിമർശനം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അത് മുഴുവൻ ആളുകൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ശ്രീവത്സം ഗസ്റ്റ് ഹൗസ്, പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസ്, കൗസ്തുഭം ഗസ്റ്റ് ഹൗസ്, പിന്നെ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ, പിന്നെ വൈജയന്തി ബിൽഡിങ്സ്, നാരായണീ ദിനം, പൂന്താന ദിനം, പിന്നെ ഗജരാജൻ അനുസ്മരണം തുടങ്ങിയിട്ടുള്ള പരിപാടികൾ. അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഒരു മഹിമ മനസ്സിലാക്കി. അദ്ദേഹം ചെറുപ്പം മുതൽ ഗുരുവായൂർ കുളിച്ചു കൊടുത്തിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ ഒരു മഹിമ മനസ്സിലാക്കി അത് ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. പിന്നെ ലീഡറുടെ സപ്പോർട്ടും.
ലീഡർക്ക് ഗുരുവായൂരിന് വേണ്ടി എന്ത് ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറാണ്. ഗുരുവായൂർ റെയിൽവേ കൊണ്ടുവന്നതിനകത്ത് ലീഡറുടെ ഒരു പങ്ക് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണല്ലോ. ഒരു കാലത്തും ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഗതിയാണ് ഗുരുവായൂർ റെയിൽവേ. അപ്പം അതങ്ങനെ ഒരു കാലം. പിന്നെ ഗുരുവായൂർ ടൗൺഷിപ്പായി മാറ്റിയല്ലോ. 1962 ഈ കോട്ടപ്പടി പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു ഗുരുവായൂർ. ആ ഗുരുവായൂരിനെ 7 കിലോമീറ്റർ ചുറ്റളവ് ഒരു ടൗൺഷിപ്പായിട്ട്, കേരളത്തിലെ ഏക ടൗൺഷിപ്പായിട്ട് ഗുരുവായൂർ മാറാൻ കാരണം എന്താ വെച്ചാൽ ഗുരുവായൂർ ക്ഷേത്രം ഉള്ളതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ജില്ലാ കളക്ടറായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. അതേപോലെ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ, പിന്നെ എല്ലാത്തിൻ്റെയും ചീഫ് എഞ്ചിനീയർമാർ, അതായത് അന്ന് PWD, പിന്നെ വാട്ടർ അതോറിറ്റി അല്ലാന്ന് വേറൊരു പേരായിരുന്നു അതിന്. അതിൻ്റെയൊക്കെ ചീഫ് എഞ്ചിനീയർമാര്, ടൗൺ പ്ലാനറൊക്കെ അടങ്ങുന്ന ഒരു ടീമായിരുന്നു. അന്ന് ഈ ടൗൺഷിപ്പിന് ഒരു കമ്മീഷണറും ആയിരുന്നു. ജനകീയ ഭരണമായിരുന്നില്ല. 3 മെമ്പർമാരെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അതത് പാർട്ടികൾ. അത് മിക്കവാറും ഒന്ന് കോൺഗ്രസിന്റെ, ഒന്ന് CPIയുടെ, ഒന്ന് ലീഗിൻ്റെയാണ് വരാറുള്ളത്. ഒന്ന് കുട്ടീഷൻ എന്ന് പറഞ്ഞ ആള്, RV, പിന്നെ മോമണിക്ക, പിന്നെ OKR മേനോൻ, അങ്ങനെയുള്ളവരാണ് ആദ്യകാലത്ത് സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നത്. അവർ ചെയ്ത ഒരു വികസനം എന്ന് പറഞ്ഞാൽ ചെറുതല്ല കേട്ടോ. ഗുരുവായൂരിൻ്റെ വികസനത്തിൽ അവർ ആ ടൗൺഷിപ്പ് കമ്മിറ്റിയുടെ കാലത്തുണ്ടായത് ഇന്നർ റിംഗ് റോഡ്, ഔട്ടർ റിംഗ് റോഡ്, പിന്നെ ഗുരുവായൂർ മുനിസിപ്പൽ ബിൽഡിങ്, അതുകൂടാതെ കുറേ സ്ഥലങ്ങൾ, ഇന്ന് കാണുന്ന മുനിസിപ്പൽ ഗ്രൗണ്ട്, പിന്നെ ടൗൺ ഹാളിൻ്റെ ഗ്രൗണ്ട്, മഞ്ചർ റോഡിലേത്, സാഗർ ടൂറിസ്റ്റ് ഹോമിന്റെ ഫ്രണ്ടിലുള്ള സ്ഥലം, കുറേ സ്ഥലങ്ങൾ അക്വയർ ചെയ്ത് വികസനത്തിന് ആ കാലത്താണ് നടന്നത്. ബസ് സ്റ്റാൻഡൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നുണ്ടാവില്ല. ബസ് സ്റ്റാൻഡ് ഉണ്ട്, പക്ഷെ ബസ് സ്റ്റാൻഡിന്റെ സ്ഥലമൊക്കെ, ബസ് സ്റ്റാൻഡ് വികസിതമായതൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ്. ഗുരുവായൂരിനൊരു വളർച്ചയുടെ മുഖം ഉണ്ടായ കാലഘട്ടം ടൗൺഷിപ്പ് വന്നതിന് ശേഷമാണ്. പിന്നെ അതിനുശേഷം അതിവേഗം വളർന്നത് ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ട് ഈ കുറേ സ്കീംസ്, അമൃത് പദ്ധതിയും പ്രസാദ് പദ്ധതിയായിട്ട് കുറേ സ്കീംസ്. പ്രസാദിൽ തന്നെ 3-4 വലിയ പ്രോജക്റ്റ് വന്നു. അമൃത് വന്നപ്പോൾ മറ്റതൊരു ഈ ഗുരുവായൂരിൻ്റെ ഒരു ഗുരുവായൂരെത്തി അറിയും എന്ന് പറയുന്ന മാതിരി ഒരു ഗന്ധം ഉണ്ടായിരുന്നു. ഈ ഓടകൾ, തുറന്ന ഓടകളൊക്കെ ഒരു പ്രശ്നം. അതൊക്കെ ഒരു പരിധി വരെ അല്ലേ ഇങ്ങനെ പൂർണ്ണമായിട്ടും. ഈ സൗഹൃദത്തെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ അതിനെ പറ്റിയിട്ട് ഗുരുവായൂരിന്റെ ഒരു സൗഹൃദവും ഇപ്പൊ പലരും പറയാറുണ്ടല്ലോ, നമ്മളൊരു കോഫി ഹൗസ് ഗ്യാങ് അല്ലെ, അങ്ങനെയുള്ള. ഉണ്ണിയേട്ടന്റെ സങ്കേതം എവിടെയാ? എന്റെ സങ്കേതം ഗുരുവായൂർ. ദൃശ്യ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരത്തെ ഏറ്റവും പഴക്കമുള്ള ഒരു സാംസ്കാരിക സംഘടനയാണ്. അത് പണ്ട് മുതൽ പിന്നെ എന്താ ജ്ഞാനപീഠം കിട്ടിയവരെ മുഴുവൻ ആദരിക്കല്, വലിയ വലിയ പ്രോഗ്രാംസ്, സാഹിത്യ സമ്മേളനങ്ങൾ, സാംസ്കാരിക സദസ്സുകൾ, ഇതൊക്കെ സംഘടിപ്പിക്കുന്നതിൽ ആ ദൃശ്യയുടെ മുഴുവൻ ടീമുമായിട്ട് നമുക്ക് അടുത്ത ബന്ധമുണ്ട്. അല്ല, പണ്ട് മുതലേ ദൃശ്യ അംഗമാണ് ഞാൻ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഗുരുവായൂരിൻ്റെ, അത് അവരിൽ പലരും ക്ഷേത്രവുമായിട്ട് അടുത്ത ബന്ധമുള്ളവരാണ്. അപ്പം അങ്ങനെ ഒരു ക്ലസ്റ്ററിൽ വന്ന് പെടാൻ കഴിഞ്ഞത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. അതാണ് നമ്മുടെ സൗഹൃദത്തിന്റെ നിങ്ങളുടെ ഗ്യാങ് അല്ലേ? അതെ, അതാണ്. ഇപ്പോ ഇങ്ങനത്തെ സാംസ്കാരിക സംഘടനകള്, ഒപ്പം ആധ്യാത്മികമായിട്ടുള്ള സംഘടനകളും ഇപ്പൊ നമ്മൾക്ക്. ആധ്യാത്മികമായ സംഘടനകളുണ്ടെങ്കിലും ഞാൻ എപ്പോഴും ഒരു കയ്യകലാൻ നിൽക്കാറ്. ഞാൻ അതിനകത്ത് അങ്ങനെ വല്ലാണ്ട് ഇൻവോൾവ്ഡ് ആവാറില്ല. വേറൊന്നും കൊണ്ടല്ല, അത് അങ്ങനെ നമ്മുടെ ഒരു പരിധിയുണ്ട്. നമ്മുടെ ഇൻട്രസ്റ്റുകൾക്ക് ഒരു പരിധി ഉള്ളത് കൊണ്ട്. ശരിക്കും ഉണ്ണിയേട്ടനെ പോലത്തെ ആൾക്കാർ എന്താ പറയാ, രാഷ്ട്രീയത്തിൽ ഒരു സ്വാധീനം ഉണ്ടോ ഗുരുവായൂരത്ത്? അങ്ങനെ രാഷ്ട്രീയത്തിൽ സ്വാധീനമില്ല, പക്ഷെ നമ്മുടെ ചില സജഷൻസ്, നമുക്ക് പറയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, അതായത് നമുക്ക് ആകെയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു 86 മുതൽ ഈ പറയുന്ന 2025 മുതൽ നമ്മൾ ഗുരുവായൂരുണ്ടെന്ന് മാത്രമല്ല, ഗുരുവായൂരത്തെ ഓരോ സംഗതികളും ഏറ്റവും അടുത്ത് നിന്ന് നോക്കിക്കണ്ട ഒരാളെന്നുള്ളൊരു മെച്ചം മാത്രമേ എനിക്കുള്ളൂ. അതെ, അല്ല, ഒരുപാട് ആളുകളുണ്ട്, എന്നേക്കാൾ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഉള്ളൊരു ഗുണം, അല്ലെങ്കിൽ ഞാൻ ഈ പത്രപ്രവർത്തനം ആയതുകൊണ്ട് നമുക്കിത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരികയും അതിൻ്റെ ഒരു ഫാക്ച്വൽ സംഗതികൾ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോഴും എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് മറ്റൊരാൾക്ക് വേറൊരാളോട് ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇവിടുന്ന് മാറിക്കേണ്ടി വന്നു ഓർമ്മയിലുണ്ടായി. നമ്മളിത് അടുത്ത് നിന്ന് കണ്ടിട്ടുള്ളതാണ്. ഗുരുവായൂർ 52 മേശാന്തി നറുക്കെടുപ്പ് നമ്മൾ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. അതിപ്പോൾ ഈ ജനേട്ടനൊക്കെ പോയതിന് ശേഷം, വേണുവേട്ടനൊക്കെ പോയതിന് ശേഷം അത്രയും കണ്ടിട്ടുള്ള ആളുകൾ ശങ്കരൻ നമ്പൂരിയോ മറ്റോ ഉണ്ടാവുമായിരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ, അല്ലെ പത്രക്കാരില്ലേ. അപ്പം അതെന്ന് വെച്ചാൽ അതേപോലെ ഓരോ ചടങ്ങുകളും, അല്ലെങ്കിൽ ഓരോരുത്തർ, ഇപ്പോൾ MS സുബ്ബലക്ഷ്മിയുടെ ഒരു പുസ്തകം കഴിഞ്ഞ ദിവസം PK ഹരിനാരായണനെ അറിയും. അപ്പോൾ ഹരിനാരായണനോട് ഞാൻ പറഞ്ഞു, MS വന്ന് പിന്നെ ഈ കൊടിമരച്ചോട്ടിൽ നിന്നിട്ട് പാടണേൻ്റെ തൊട്ടടുത്ത് ഞാനുണ്ട്. അതിനൊരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇത്തരം ആൾ OV വിജയൻ്റെ ഒക്കെ ജീവിതത്തിലെ OV വിജയൻ വന്നിട്ട്, OV വിജയനെ ഞങ്ങളാണ് കൊണ്ടുപോയി തൊഴിയിക്കണേ.
ഞങ്ങളെ കൊണ്ട് തൊഴിയാണ്. ഒ വി വിജയൻ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ കണ്ണീര് വാർക്കുകയാണ്. എന്നിട്ട് അവസാനം എനിക്കൊരു നോട്ട് എഴുതിയിട്ട് ഒരു 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 കാരിക്കേച്ചർ വെച്ച് ഒരു നോട്ട് എഴുതിയിട്ട് എനിക്ക് തന്നൊരു സന്ദർഭമുണ്ട്. ഒരു ഓഗസ്റ്റ് 21 അത് എൻ്റെ വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസം കൂടിയായിരുന്നു. അപ്പോൾ അത്തരം മഹാത്മാക്കളുമായിട്ട് അടുത്ത് നിൽക്കാൻ കഴിയുകയും അതെല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല, അത് അവരുടെ കുഴപ്പമല്ല, നമുക്ക് കിട്ടിയേക്കണ ഒരു പ്രിവിലേജ്. അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചില ആളുകളുടെ അടുത്ത് പറയാൻ കഴിയും, ഭരണ നേതൃത്വത്തിലുള്ളവരുടെ അടുത്ത് പറയാൻ കഴിയും. അവരത് ആ ഒരു മുഖവിലേക്ക് എടുക്കുന്നവരാണ്. നമ്മൾ അതിനകത്തൊരു പൊളിറ്റിക്സോ മറ്റു സംഗതികളോ നമുക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഈ സമൂഹത്തിനകത്തൊരു സ്വാധീനം ചെലുത്താൻ തീർച്ചയായിട്ടും നമ്മളെ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മുടെ പത്രത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നാടിന് ഗുണം ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾക്കും അത്തരത്തിലുള്ള സംഗതികൾക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് അതിനകത്തൊരു ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നോക്കുമ്പോഴേ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇവിടുത്തെ ട്രെഞ്ചിങ് ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങളൊരു സമരമൊക്കെ ചെയ്യണത്. എനിക്കന്ന് 18-19 വയസ്സാണ്. അന്ന് ഉണ്ണിയേട്ടൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ണിയേട്ടൻ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൊരു സപ്പോർട്ടുണ്ട്. അല്ലെങ്കിൽ ആർക്കാണെങ്കിലും ഇതൊരു തട്ടിക്കളയാവുന്ന കേസുള്ളൂ. കാരണം അന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്നത് മുനിസിപ്പാലിറ്റിയാണ്. അത് ഞങ്ങൾ സമരം. പക്ഷെ ഉണ്ണിയേട്ടൻ അത് വളരെ ഗൗരവത്തോടുകൂടി കാണുകയും പത്രത്തിൽ അതിനെ പറ്റി വാർത്ത കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അങ്ങനെ, അതായത് ഒരു കുഞ്ഞു കുട്ടീനെ പോലും അല്ലെങ്കിൽ ഒരു യുവജനത്തെ അല്ലെങ്കിൽ അതിനകത്തൊരു കാമ്പുണ്ടെന്ന് കാണുകയും, അതായത് നമ്മളെ ഇഷ്യൂ നമുക്കറിയില്ലേ, നമ്മൾ പണ്ട് സലീം കുമാർ സിനിമയിൽ പറയില്ലേ, കൊച്ചിയെത്തി എന്ന് പറഞ്ഞ മാതിരി നമ്മൾ കുന്നോളത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ചൂൽപ്പുറം ജംഗ്ഷനിലെത്തിയാൽ ആ മണം എടുത്തു തുടങ്ങുമായിരുന്നു. അത്ര സിവിയർ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിരുന്നു. അതിനുവേണ്ടി ആരൊക്കെ അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചോ അവരുടെ ഒപ്പം നമ്മൾ നിന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു ഗൗരവം, അതിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരുടെ ഒരു പ്രശ്നം, ഈ വേസ്റ്റിൽ പിന്നെ നായ്ക്കൾ നിന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തൊരു ക്വാർട്ടേഴ്സിൽ ഒരു സ്ത്രീയുടെ അടിച്ചു പറിച്ചിട്ട് സംഭവം മരണപ്പെട്ടു. അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് രണ്ടാമത്തെ ഞാൻ കോടതി കയറേണ്ടി വന്നൊരു കേസ് അതാണ്, പറയാൻ വിട്ടതാണ്. ഈ നഗരസഭ ട്രഞ്ചിങ് ഗ്രൗണ്ടിൻ്റെ ഇഷ്യൂ നമ്മൾ ടേക്കപ്പ് ചെയ്ത് വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ ആ വാർത്തയിൽ നമ്മളെ കക്ഷിയാക്കിയിട്ട് കേസ് എന്നെ ചാക്കോക്കിയിൽ വിസ്തരിക്കുകയൊക്കെ ഉണ്ടായി. പിന്നെ ട്രഞ്ചിങ് ഗ്രൗണ്ട് എവിടെയാണ്, റോഡിൻ്റെ ഏത് സൈഡിലാണെന്നൊക്കെ ചോദിച്ചിട്ട് വിസ്തരിക്കലൊക്കെ ഉണ്ടായി. അപ്പോൾ അതെന്താ വെച്ചാൽ ഈ ആളുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ജനങ്ങളുടെ ജിഹ്വയാണല്ലോ മാധ്യമം എന്ന് പറയുന്നത്, ജനങ്ങളുടെ നാവാണ്. അപ്പോൾ ആ നാവായിട്ട് നമ്മൾ പ്രവർത്തിക്കുക. അതേപോലെ നമുക്ക് ആ ധൈര്യമായിട്ട് പറയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ എന്താ പറയണേ, ആരോടും വിദ്വേഷമോ ആരോടും പിന്നെ വൈരാഗ്യമോ അല്ലെങ്കിൽ കൂടുതൽ അഭിവാഞ്ചയോ ഇല്ലാതെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു സംഗതി. പിന്നെ ഇതിൻ്റെ പേരിൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ചായ വാങ്ങി കുടിച്ചിട്ടുണ്ടെന്ന് ഇക്കണ്ട കാലത്തെ പത്രപ്രവർത്തന ജീവിതത്തിൽ ഒരാൾ പറയുകയില്ല എന്നുള്ളൊരു ധൈര്യത്തിലാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. അതാണ് കരുത്ത്, മുന്നോട്ട് പോകാനുള്ള കരുത്ത്. അതാണ് കരുത്ത്, തീർച്ചയായിട്ടും. ഇതൊന്നും അല്പം ഒന്ന് ഡിവേറ്റ് ചെയ്ത് പോവാണ്. ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഭ്രാന്ത് പിടിച്ച പോലത്തെ യാത്രകള് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യണം. അത് ഭ്രാന്ത് പിടിച്ച യാത്രയല്ല, യാത്ര പണ്ടേ നമുക്ക് ഇഷ്ടമാണ്. യാത്ര ഇഷ്ടം എന്ന് പറയുമ്പോൾ യാത്രയിലാണല്ലോ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് എത്ര ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടായാലും നമ്മൾ ഈ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റിലാക്സ് ആണ്. അപ്പം എൻ്റെ യാത്രയ്ക്ക് കരുത്ത് പകരുന്നത് എൻ്റെ ഭാര്യയാണ്, അനിതയാണ്. അപ്പോൾ അവരൊപ്പം ഉള്ളതുകൊണ്ട് ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയിട്ടൊക്കെ ഇന്നത്തെ കാലത്ത് ആളുകൾ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരും കാറുകളിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ഞങ്ങളെന്താ വെച്ചാൽ ഒരു ദിവസം രാവിലെ തീരുമാനിക്കും, ഇവിടുന്ന് ഇറങ്ങും, ആദ്യം കാണുന്ന വണ്ടിയിൽ കയറും, ഒരിക്കൽ പൊള്ളാച്ചി വണ്ടിയെ കിട്ടിയ നേരെ പൊള്ളാച്ചി പോയിട്ട് ഒരു മസാല ദോശ കഴിച്ച് തിരിച്ചു വന്നു. അത് FBയിൽ എഴുതിയപ്പോഴാണ് ഇത് ഇത്ര വലിയ സംഭവമാണെന്ന് നമ്മൾ അറിയണത്. മാത്രമല്ല അത് ഞങ്ങളെ പോലത്തെ കുറെ ആളുകൾക്ക് അത് ഇൻസ്പിറേഷനുമാണ്. അങ്ങനെ നമ്മൾ ഈ പിന്നെ വയനാട് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അതങ്ങനെ തീരുമാനമില്ലാതെയാണ് പോണേ. ഒരിക്കൽ ആലപ്പുഴ പോയി, കിട്ടിയത് ആലപ്പുഴ വണ്ടിയാണ്, നേരെ ആലപ്പുഴ പോയി ഒരു ബോട്ടിങ് നടത്തി വൈകുന്നേരം അവിടെ തിരിച്ചെത്തി. അപ്പം അങ്ങനെ അതിനകത്ത് രണ്ട് സന്ദേശമുണ്ട്. ഈ യാത്ര അല്ലെങ്കിൽ ടൂർ എന്ന് പറയുന്നത് ഇത്ര വലിയൊരു സംഭവം നമ്മളൊരു മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടത്തേണ്ട ഒരു കാര്യമൊന്നും ആണെന്നില്ല. നടത്താം, ഇങ്ങനെ നടത്താം, ഇങ്ങനെ നടത്തുമ്പോൾ അതിനൊരു സർപ്രൈസ്, അതിനകത്തൊരു സന്തോഷമുണ്ട്. ശരിക്കും വാക്കുകൾക്ക് അങ്ങനെ മറ്റുള്ളവരെ കുറെ ആളുകൾ ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടല്ലേ? അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വാക്കാണല്ലോ ശക്തി, വാക്കഗ്നിയാണ്, വാക്കാണ് ശക്തി. അതിന് വലിയ പിന്നെ ശക്തിയുണ്ട്, സംശയമില്ല അതിനകത്ത്. പിറവത്തെ വീട്ടിലിരുന്നിട്ട് എഴുതി അതങ്ങനെ മോഹമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് മാത്രമുള്ള ഒരു അനുഗ്രഹമാണ്. പിന്നെ ഈ ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ 3 ഭാഗത്തും
പുഴയാണ്. അപ്പം ഞാൻ അവിടുത്തെ ബന്ധങ്ങളൊക്കെ 10-40 വർഷമായി ഇവിടെ, വളരെ കുറവാണ് ഇപ്പോൾ ബന്ധങ്ങൾ. എന്നാലും എന്നേക്കാൾ എൻ്റെ അനിതയ്ക്കാണ് അവിടെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവിടെ ഒരു അവസരം കിട്ടിയപ്പോൾ ഒരു സ്ഥലം വാങ്ങുകയും ഒരു കുഞ്ഞു കിളിക്കൂട് ഉണ്ടാക്കി ഇടയ്ക്ക് അവിടെ പോയി താമസിക്കുകയൊക്കെ ചെയ്യുന്നു. അതിൻ്റെ ഭാഗ്യം കിട്ടി. അതാണ് പുറകിൽ പുഴയാണ്. അപ്പോൾ ആ പുഴ എന്ന് വെച്ചാൽ 4 ജില്ലകളെ പിന്നെ പോറ്റണ പുഴയാണ് മൂവാറ്റുപുഴയാറ്. ശരിക്കും വേണ്ടത്ര ഒരു പരിഗണന കിട്ടാത്ത ഒരു പുഴയത്. ആരും നിളയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ആളുകൾ എഴുതി. എനിക്കൊരു മോഹമുണ്ട് മൂവാറ്റുപുഴയെ കുറിച്ചിട്ട് എഴുതണമെന്ന്, മൂവാറ്റുപുഴയാറിനെ കുറിച്ചിട്ട് എഴുതണം എന്നൊരു മോഹമുണ്ട്. കാരണം അത്രമാത്രം സമൃദ്ധ അതിൻ്റെ ഇരുകരകളിലുമുള്ള സംസ്കാരങ്ങൾ അത്രമാത്രം സമൃദ്ധമായ സംസ്കാരങ്ങളാണ്. ഇത് മീനച്ചിലാറിന്റെ ഭാഗമല്ല? അല്ല. ഇത് തൊടുപുഴയാറ്, കാളിയാറ്, കോതയാറ്, ഈ 3 ആറുകളാണ്. ഈ 3 ആറുകൾ മൂവാറ്റുപുഴയുടെ അടുത്ത് വന്നിട്ട് സംഗമിക്കുകയാണ്. അവിടെ ത്രിവേണി സംഗമുണ്ട്. ഈ 3 ആറുകൾ സംഗമിക്കുന്ന സ്ഥലമുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇടുക്കി പ്രോജക്റ്റ് ഉണ്ടല്ലോ, ഇടുക്കി പ്രോജക്റ്റിന്റെ വെള്ളം വന്ന് ചേരുന്നത് തൊടുപുഴയാറ്റിലാണ്. അപ്പം അതുകൊണ്ട് എല്ലാ കാലത്തും സമൃദ്ധമായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ ഈ ധാരാളം ശുദ്ധജലമാണ്, കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ്. ഈ ഞാൻ പറഞ്ഞില്ലേ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ 3 ജില്ലകളെ ഫീഡ് ചെയ്യുന്നത് മൂവാറ്റുപുഴയാണ്. സമൃദ്ധമായിട്ട് വെള്ളമുള്ള പുഴയാണ്. ഈ എഴുത്തിനെ പറ്റി പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രൊജക്ടുകൾ? ഇപ്പൊ മുരളികയാണ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. മുരളിക നല്ല റീച്ചാണ് ആളുകൾക്ക്. ഗുരുവായൂരിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 25 എപ്പിസോഡിൽ തുടങ്ങിയത് 114ആയി. ഇടയ്ക്ക് അതിന്റെ സമാഹാരം ഇറക്കിയിരുന്നു. 2 സമാഹാരങ്ങൾ ഇറക്കി. ആദ്യം ഒരു 25 എണ്ണത്തിന്റെ ഒരു സമാഹാരം ഇറക്കി, മനോരമയാണ് ചെയ്തത്. പിന്നെ ഒരു 70 എണ്ണം ചേർത്തിട്ട് വേറൊരു സമാഹാരം ഇറക്കി. അതിനിയും ഉണ്ടാവുമെന്ന് വിചാരിക്കണു. അതങ്ങനെ പോകുന്നു. അപ്പം എഴുതി തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്കറിയാവുന്ന പല കാര്യങ്ങൾ. ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുള്ളത് പിന്നെ ഗുരുവായൂർ ദേവസ്വം പിടിച്ച ഗുരുവായൂർ മഹാത്മ്യം എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് 84 അതന്നെ അത് പിന്നെ മഞ്ജുളയായിട്ട് അഭിനയിച്ച നടിയുടെ പടമൊക്കെ വെച്ച്. അപ്പൊ അത് ഞാൻ കരുതിയിരുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന, പക്ഷെ എനിക്കറിയാവുന്ന പല കാര്യങ്ങളും പലർക്കും. കാരണം നമ്മൾ കുറെ കാലമായല്ലോ, ഇതിനുശേഷം എത്രയോ തലമുറ വളർന്നു വരണം, അവരറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പറയുമ്പോൾ ആളുകൾക്ക് ചരിത്രത്തിലൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഒരു സന്തോഷം. അതുകൊണ്ട് അത് നന്നായി പോകുന്നുണ്ട്, ആളുകൾ നന്നായി റീഡബിൾ ആയിട്ട് പോകുന്നുണ്ട്. ഗുരുവായൂരിന്റെ ഒരു ചരിത്രം ഈ നേരത്തെ മൂവാറ്റുപുഴയെ പറ്റിയൊക്കെ പറയുമ്പോഴേ ശരിക്കും അങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുന്നത് ഒരു ഭാവി തലമുറയ്ക്ക്. ചരിത്രമല്ലെങ്കിലും ഗുരുവായൂരിനെ കുറിച്ച് ഇതൊക്കെ ചേർത്തിട്ട് ഗുരുവായൂരിനെ കുറിച്ച് ഒരു ബുക്ക് ചെയ്യണമെന്ന് നല്ല മോഹമുണ്ട്. അത് ഈ സമയക്കുറവുകൊണ്ട് ഇങ്ങനെ മാറി പോണതാണ്. കാരണം അതിന് മാത്രമുള്ളൊരു ചരിത്രം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും അതിന് വേറെ ആംഗിളൊക്കെ ഉണ്ടല്ലോ. ചരിത്രം എഴുതുന്നതിന് ചില സിലബസ് ഒക്കെ ഉണ്ട്, അതിലൊന്നും നിൽക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ഇതിൽ കുറച്ചൊരു ഭാവാത്മകമായിട്ട് നമുക്ക് ഗുരുവായൂരിനെ കുറിച്ചിട്ട് കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കുന്നു അല്ലേ. ഗുരുവായൂരിലെ 2 കള്ളന്മാരുടെ കഥയും കൂടെ പറഞ്ഞിട്ട് നമുക്കത് അവസാനിപ്പിക്കും. ഗുരുവായൂരിലെ ഷിബു സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധൻ എന്ന് വെച്ചാൽ അതിഭീകര ക്രിമിനലായിട്ടുള്ള ഒരാള് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് 6 മാസക്കാലം താമസിച്ച് സുഖമായിട്ട് ജീവിച്ചൊരു കഥയുണ്ട്. ഒരു ദിവസം വന്നിട്ട് അയാളെ പിടിക്കുകയാണ് പോലീസ്. പിടിക്കുമ്പോൾ ഇയാൾ ഓടിയിട്ട് പടിഞ്ഞാറൻ നടയിലൊരു പിന്നെ ലോഡ്ജിൻ്റെ പൈപ്പിൽ കൂടെ ഈ അണ്ണാൻ കയറി പോണ മാതിരിയാണ് പോകുന്നത്. അത്ര മെയ്വഴക്കമൊക്കെ ആയിട്ടൊരാൾ, അയാളെ ഗുരുവായൂരിൽ നിന്ന് പിടിച്ചൊരു കഥ നമ്മൾ നേരിൽ കണ്ടിട്ടുള്ളൊരു സംഗതിയാണ്. പിന്നെ ഈ പിന്നെ ആ ഒരു സമയത്ത് ഉണ്ട്, നമ്മളുണ്ട്, ആ സമയത്തുണ്ട്. കാരണം ഈ ഷിബു സിംഗിനെ എനിക്കറിയാം. ഇയാളാണ് ഷിബു സിംഗ് എന്നറിയില്ല. ഇയാളന്ന് ആ കിഴക്കേ നടക്ക് ഈ ദീപസ്തംഭത്തിന്റെ അപ്പുറത്ത് ഉച്ചയ്ക്ക് ആളുകളൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് ഇയാളുണ്ടാവും. പടിഞ്ഞാറൻ നടയിൽ ഒരു റൂമുണ്ടേക്ക്, ആ റൂമിലാണ് ഇയാൾ താമസം. അപ്പൊ ഇയാളെ നമ്മൾ റെഗുലറായിട്ട് കാണും, ചിരിക്കും. ഇയാൾ ഇത്ര വലിയൊരു അയാള് എത്രയോ കൊലപാതക കേസിലെ പ്രതിയൊക്കെ ആയിരുന്ന വടക്കാഞ്ചേരിയിൽ ഒരു കൊലപാതകമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവസാനം പിടിക്കണത്. അപ്പൊ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ കല്ലുവാതുക്കൽ ദുരന്തം എന്ന് പറഞ്ഞൊരു മദ്യദുരന്തം ഉണ്ടായിട്ടുണ്ട്. മണിച്ചൻ ഹൈറുന്നീസ എന്ന് പറഞ്ഞൊരു താത്ത, ഒരു സ്ത്രീ, അവരായിരുന്നു ഇതിന്റെ. അപ്പൊ ഹൈറുന്നീസ മുങ്ങി. ഈ കല്ലുവാതുക്കൽ ദുരന്തം വന്നതോടുകൂടി കുറെ ആളുകൾ മരിച്ചു മദ്യദുരന്തത്തിൽ. അവർ നേരെ വന്നത് ഗുരുവായൂർക്കാണ്. അവർ ഗുരുവായൂർ വന്നിട്ട് ഗുരുവായൂർ ഒരു ലോഡ്ജിൽ മുറിയെടുത്തിട്ട് രാവിലെ ഒരു ടാക്സി വിളിച്ചിട്ട് ഇവർ കോഴിക്കോട് പോയിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്തു. അപ്പം അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്തിൻ്റെ ഒരു ഇത് പറയാൻ വേണ്ടിയിട്ട് പറയാം. ഈ പോലീസ് എങ്ങനെയോ അന്വേഷിച്ച് പിടിച്ച് ഗുരുവായൂർ എത്തിയെന്ന് പറഞ്ഞു. ഗുരുവായൂർ എത്തി ലോഡ്ജിൽ അന്വേഷിച്ചപ്പോൾ ഒരു ലോഡ്ജ്. അപ്പോൾ ഇവരിവിടുന്ന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ടാക്സി വിളിച്ചാൽ ടാക്സിക്കാരനെ കിട്ടി.
അപ്പോൾ ടാക്സിക്കാരൻ രാവിലെ ഇവിടെ പോയിട്ടുള്ള കോഴിക്കോട് പോയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ടാക്സിക്കാരനെ അന്ന് മൊബൈൽ ഫോണില്ല. ഈ ടാക്സിക്കാരൻ കോഴിക്കോട് പോയിട്ട് തിരിച്ചു വരുന്നവരെ ഇവരെന്താ വെച്ചാൽ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇത് പാസ് ചെയ്ത് പോരാൻ വിവരം അറിയിച്ചിട്ട് ഗുരുവായൂർ വന്നിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. അതുവരെ ഈ ഹയർനീസി അറിഞ്ഞിട്ടില്ല, ഡ്രൈവർ അറിഞ്ഞിട്ടില്ല, പോലീസ് അന്വേഷിക്കുന്ന സംഗതി ഒരാൾ അറിഞ്ഞിട്ടില്ല. ചേസ് ചെയ്യാൻ പറ്റിയില്ല. അവർ വൈകുന്നേരം തിരിച്ചു വരുമെന്നറിയാം. തിരിച്ചു വരുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോലീസും പത്രക്കാരും എല്ലാവരും കൂടെ കാത്തു എന്നിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം കൂടി ഗുരുവായൂർ അത്തരത്തിൽ ഈ ഇപ്പം എല്ലാവർക്കും വന്ന് ആ കാലത്ത് കുറേ അധികം ആളുകൾ ഊട്ടിയിൽ തമിഴ്നാട്ടിലെ ചെന്നൈയിലെ ഒരു സമ്പന്നയായ പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ പോയിട്ട് ഊട്ടിയിൽ വെച്ചിട്ട് ഹസ്ബൻഡിനെ അവരുടെ കാമുകൻ അവിടെ വെച്ചിട്ട് കൊന്നു. ഇവളുടെ ഡയറക്ഷൻ അനുസരിച്ച് കൊന്നിട്ട് പിന്നെ ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത് അവർ താമസിച്ചത് ഗുരുവായൂർ കിഴക്കേടക്കുള്ള ഒരു ലോഡ്ജിലാണ്. അപ്പോൾ അവരൊരു ലോഡ്ജിൽ താമസിക്കണു, പിന്നാലെ ഇവൻ വരും, അവൻ വേറെ ലോഡ്ജിൽ താമസിക്കുന്നു. അപ്പോൾ അങ്ങനെ ചില ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളും കൂടി ഈ ഗുരുവായൂർ വന്നതിന്റെ ചില ഓർമ്മകൾ. അല്ല, ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴേ ശരിക്കും ഗുരുവായൂരിന് അങ്ങനെ ഒരു അല്ല, അങ്ങനെയുള്ള ആ കാലത്ത് അങ്ങനെ ഒരു ദുഷ്പേരുണ്ടായിരുന്നു. കാരണം കള്ളന്മാര് മുഴുവൻ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത്. പക്ഷെ ആ ഒരു സംഗതി ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോ കാലം മാറിയല്ലോ. അപ്പോ അങ്ങനെ ആ വാക്ക് പോലും പ്രയോഗിക്കാൻ പറ്റാത്ത ചില ഒരു പരിസരം മാറി. ശരിക്കും അതിനൊന്നൊരു അർത്ഥമില്ല. പിന്നെ അങ്ങനത്തെ ആളുകളും കുറഞ്ഞു. അതെന്താ ശരി. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴാണ് ഇതിന്റെ ഒരു ആളുകൾ നൊസ്റ്റാൾജിയയിൽ പണ്ട് ഭയങ്കരമായിരുന്നു പറയും. എനിക്ക് പക്ഷെ ഇപ്പോഴാണ് ഇതാണ് സമ്പന്നതയുടെ, സമൃദ്ധിയുടെ, പുഷ്കലതയുടെ കാലം ഇതാണ്. കാരണം ഗുരുവായൂർ നിറഞ്ഞ ആളുകൾ, പണ്ടത്തെ ഗുരുവായൂരല്ല, എല്ലാ സൗകര്യങ്ങൾ, നടപ്പുരകൾ, പിന്നെ ഹോട്ടലുകൾ, പിന്നെ കൺവെയൻസ് സൗകര്യങ്ങൾ എല്ലാം പരിമിതികളുണ്ടാവാം. പക്ഷെ പണ്ടത്തേനേക്കാളും എത്രയോ വലുതായി എന്നുള്ളതാണ്. കുടുംബത്തെ പറ്റിയിട്ടും കൂടി പറഞ്ഞ്. കുടുംബം, എൻ്റെ ഭാര്യ അനിത, അവർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ. 2 മക്കളാണുള്ളത്. ഒന്ന് അതുൽ കൃഷ്ണ, അവൻ ജേർണലിസ്റ്റാണ്. അവനൊരു ബിസിനസ് ജേർണലിൽ വർക്ക് ചെയ്യുന്നു. ദ കെൻ എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലായിരുന്നു, ഇപ്പോൾ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിലൊരു ബിസിനസ് ചാനൽ ദ കെൻ എന്ന് പറഞ്ഞിട്ടൊരു ബിസിനസ് ചാനലിൽ വർക്ക് ചെയ്യുന്നു. അവൻ്റെ വൈഫ് സൈക്കോളജിസ്റ്റാണ്. ഇപ്പോൾ അടുത്താണ് കല്യാണം കഴിഞ്ഞത്, ജൂലൈ 5-നാണ് കല്യാണം കഴിഞ്ഞത്. സൈക്കോളജിസ്റ്റാണ്. അവർ രണ്ടാളും ബാംഗ്ലൂർ ജീവിക്കുന്നു. പിന്നെ മകളാണുള്ളത്, ആർദ്ര ഉണ്ണി. അവൾ ഒരു യൂറോപ്യൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അവൾ ബാംഗ്ലൂർ തന്നെ MA ലിംഗ്വിസ്റ്റിക്സ് ആണ് കഴിഞ്ഞത്. കഴിഞ്ഞിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യും. ഗുരുവായൂരിനെ പറ്റിയിട്ട് എന്തെങ്കിലും പൂർത്തീകരിക്കാനുള്ള സ്വപ്നങ്ങളോ ഇങ്ങനെയൊക്കെ നടന്നിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്ന? ഗുരുവായൂരിന് വേണ്ടത് എന്താ വെച്ചാൽ കുറേയും കൂടി അടിസ്ഥാന സൗകര്യങ്ങൾ കുറേയും കൂടെ വർദ്ധിപ്പിക്കണം. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെങ്കിൽ ഗുരുവായൂർ കുറച്ചുകൂടെ പുറത്തേക്ക് വളരണം. പ്രധാനമായിട്ട് റോഡ് വേസ് ആണ്. ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സഞ്ചരിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ടല്ലോ, ആ മാർഗ്ഗങ്ങൾ കുറച്ചുകൂടെ വലുതാവണം. പിന്നെ ഈ ചുറ്റുവട്ടത്ത് മാത്രമല്ല, ബാക്കി സൗകര്യങ്ങളൊക്കെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറണം. ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ, ചാവക്കാട്, കുന്നംകുളം, ഈ 3 നഗരസഭകൾ, ഇത്ര അടുത്തൊരു നഗരസഭ കേരളത്തിൽ എവിടെയില്ല. 3 നഗരസഭകൾ തൊട്ട് നിൽക്കുന്ന ഒരു സ്ഥലം കേരളത്തിലില്ല. അപ്പോൾ ഈ 3 നഗരസഭകളെയും സമീപ പഞ്ചായത്തുകളെയും ഒക്കെ ചേർത്തിട്ട് ഇതിൻ്റെ ഒരു വികസന പദ്ധതി അങ്ങനെ വേണം കാണാൻ. അങ്ങനെ കണ്ടാലേ ഇത് കൂടുതൽ വളരുകയുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൂട്ടായ്മയും അല്ലേ, അങ്ങനെ ഒരു കോൺക്ലേവ് ഒക്കെ അത്തരൊരു ചിന്ത ഉണ്ടാവണം. അത്തരൊരു ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയായിക്കോളും. അത്തരൊരു ചിന്ത ഉണ്ടായത് ഭരണതലത്തിലൊക്കെ അങ്ങനെ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ എടുക്കണം. കാരണം ഇത് ചെറിയൊരു സ്ഥലം, ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ഒരു സ്ഥലമല്ല എന്നുള്ളത്. കാരണം ഇത് കേരളത്തിൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യം വേറെ എവിടെയും ഉണ്ടാകാൻ ഇത്രയധികം ആളുകൾ വരുന്ന ഒരു സ്ഥലമില്ലല്ലോ. ഇത്രയധികം ആളുകളെ മാനേജ് ചെയ്യുന്നത് ഒരു ഭാഗ്യം കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ നടന്നു പോണതല്ലേ. എത്രയോ ആളുകൾ ഒരു ദിവസം, എത്രയോ ആളുകൾ വരുന്നു, എത്രയോ കല്യാണങ്ങൾ നടന്നു, എത്രയോ ആളുകൾക്ക് അയാളുടെ ജീവിതം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞൊരു സംഗതി എന്ന് വെച്ചാൽ പട്ടിണി ഇല്ലാത്തൊരു സ്ഥലമാണ് ഗുരുവായൂർ. ഏത് നിങ്ങൾ മുമ്പ് പറഞ്ഞ ക്രിമിനലായിക്കോട്ടെ, അല്ലെങ്കിൽ ദുർമാർഗത്തിൽ സഞ്ചരിക്കുന്നവരായിക്കോട്ടെ, രോഗികളായിക്കോട്ടെ, സമ്പന്നരായി ആർക്ക് വന്നാലും ജീവിക്കാൻ പറ്റുന്ന അഭയം നൽകുന്നൊരു സ്ഥലമാണ് ഗുരുവായൂർ. ഗുരുവായൂർ ഈ ഒരുപാട് ആളുകൾ വീട് വിട്ടിറങ്ങി വന്ന് താമസിക്കുന്നവരുണ്ട്. ഇവരെയൊക്കെ തിരിച്ച് പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം കോവിഡ് കാലത്തൊക്കെ നടന്നു, കുറച്ചൊക്കെ നടന്നു. പക്ഷേ ഈ പോയ ആളുകളൊക്കെ അതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വരിക. അവർക്കെന്താ വെച്ചാൽ അതിനേക്കാൾ സൗകര്യവും അല്ലെങ്കിൽ മനസ്സമാധാനവും, അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് പ്രധാനം. അതാണ്
അത് ഗുരുവായൂർ കിട്ടേണ്ടത് തോന്നുന്നു. അതുകൊണ്ടാവും അതങ്ങനെ. ഈ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ ഉപേക്ഷിക്കുന്ന അതും നമ്മൾ കാണുകയാണല്ലോ. അത് കാണുകയാണ്. അത് പക്ഷേ ഇപ്പോൾ ആളുകൾ ബുദ്ധിയുള്ളതുകൊണ്ട് ഈ പിന്നെ CCTV ക്യാമറകളും ഒക്കെ ഉള്ളതുകൊണ്ട്, പണ്ട് ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് ഒരു സ്ത്രീയെ ഒരു സ്ത്രീയല്ല, ഒരു രാമനാഥൻ എന്ന് പറഞ്ഞ ഒരാളെ ഇറക്കി വച്ചിട്ട് ബന്ധുക്കൾ പോയി. എന്നിട്ട് മനോരമ വാർത്തയെ തുടർന്നിട്ടാണ് അന്ന് അതിൻ്റെ പിന്നെ ഫോളോ അപ്പ് ഉണ്ടാവുകയും അവരെ കണ്ടെത്തുകയും അവർക്കെതിരെ നടപടി എടുക്കുകയൊക്കെ ചെയ്തത് അതാണ്. അപ്പോൾ അത്തരത്തിൽ കൊണ്ട് ഇറക്കി വെച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ കാരണം ക്യാമറ മുകളിൽ ആളുള്ളതുകൊണ്ട് അത് പറ്റണില്ല. പക്ഷേ കുറേ ആളുകൾ ഇപ്പോഴും ഇവിടെ കഴിയുന്നുണ്ട്. അത് മുഴുവൻ ഇപ്പോൾ മക്കളുടെ എന്നും പറഞ്ഞുകൂടാ. കുറേയൊക്കെ ഈ ആളുകൾക്ക് പ്രായമാകുമ്പോൾ അവരുടേതായ ചില വാശികൾ, പ്രശ്നങ്ങൾ, വീട്ടുകാരായിട്ട് യോജിച്ച് പോകാത്തത്, അവരുടെ ജോലി പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്തത്, മക്കളെപ്പോഴും എന്നെ നോക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, അത്തരം പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്തുമുണ്ട്. മുഴുവൻ മറ്റവരെ കുറ്റപ്പെടുത്തിക്കൂടാ. ഇവരുടെ പരിമിതമായ സൗകര്യത്തിൽ മാതാപിതാക്കളെ കൂടെ താമസിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചിലയിടത്ത് പോലും സാധിക്കാത്ത വിധത്തിൽ ഇവർ പ്രശ്നക്കാരാവുന്ന സ്ഥലമുണ്ട്. അവരുടെ ഈ പ്രായം കൂടുന്തോറും ഓരോ വാശികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവല്ലോ, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇത്രയും നേരം സംസാരിക്കുകയും ഷെയർ ചെയ്യുകയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് ഉണ്ണേട്ടൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ ഉള്ള. ഇനിയും എനിക്ക് തോന്നുന്നത് ധാരാളം കഥകൾ ഉണ്ടാവും തോന്നുന്നു. നമുക്ക് മറ്റൊരു അവസരത്തിൽ ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും. അപ്പോൾ വലിയ സന്തോഷം, വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.